നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ മാധ്യമ ശുശ്രൂഷയുടെ ഭാഗമായി ആരംഭിച്ചിരിക്കുന്ന കോൺവെർസേഷൻസ് ഓൺ ഫെയ്ത്ത് എന്ന സീരീസിൽ അഭിവന്യ സഖറിയ മാർ നിക്കോളവാസ് തിരുമേനിയുമായുള്ള സംഭാഷണം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട സഖറിയ നയനൻ അച്ഛനാണ്. സഖേർ അച്ഛൻ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന അച്ഛൻ അനേകം ഗ്രന്ഥങ്ങളുടെ രചയിതാവും തനതായ പ്രഭാഷണ ശൈലി കാത്തുസൂക്ഷിക്കുന്ന മലങ്കര സഭയിലെ ഒരു ധ്യാന ഗുരുവുമാണ്. അഭിവന്യ ഗീവർഗീസ് മാർ ഈവാനിയോസ് തിരുമേനിയുടെ മാർ ബസേലിയോസ് ദേറായിലെ അംഗം കൂടിയാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. സന്യാസ ജീവിതത്തിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ഈ സംഭാഷണം ആരംഭിക്കുന്നത്. ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഇപ്പം 4-ാം നൂറ്റാണ്ടിലെ സഭാചരിത്രത്തിന് സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ എല്ലാ ക്രൈസ്തവ സഭകളും നേരിടുന്നുണ്ടെന്ന ഒരു നിരീക്ഷണമുണ്ട്. ഭൗതികമായ സമൃദ്ധി സഭകളിൽ വർദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും AD 313 മെലാനഡിക്റ്റിന് ശേഷം സഭയിലുണ്ടായ കത്തീഡ്രലുകൾ പോലെയുള്ള അല്ലെങ്കിൽ ഭൗതികമായ എല്ലാ സൗകര്യങ്ങളും വലിയ പള്ളികളൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ആധ്യാത്മികമായ ഒരു പാപ്പരത്വം സഭ നേരിടുന്നു. അപ്പം അതിനെതിരായിട്ടുള്ളൊരു മൂവ്മെൻറ്റിൻ്റെ ശക്തിപ്പെടലായിരുന്നു ഒരു പരിധിവരെ സന്യാസത്തിൻ്റെ വളർച്ചയെന്ന് പറയുന്നുണ്ട്. അന്തോണിയോസിൻ്റെയും ബക്കോമിയോസിൻ്റെയും പ്രാർത്ഥനാ ജീവിതങ്ങളും ബസേലിയോസിൻ്റെയും ഗ്രിഗോറിയോസിൻ്റെയും എഴുത്ത് ജീവിതങ്ങളുമൊക്കെ. അങ്ങനെയാണ് അവർ ആ കാലത്തിൻ്റെ ആത്മീയ പാപ്പരത്വത്തെ പ്രതിരോധിച്ചത് എന്ന് സഭാചരിത്രത്തിൽ കാണുന്നുണ്ട്. ഈ കാലഘട്ടത്തിലും ഭൗതികമായി സഭ വളരുന്നുണ്ട്, ആധ്യാത്മികമായ ഒരു ദാരിദ്ര്യം നേരിടുന്നുണ്ട്. അപ്പോൾ ഈ കാലത്തിൽ സന്യാസ ജീവിതത്തിന് വളരെ പ്രസക്തിയുള്ള ഒരു കാലമല്ലേ എന്നൊരു സന്ദേഹമുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു ശക്തമായ ആവിഷ്കാരം നമ്മുടെ ഒരു പശ്ചാത്തലത്തിൽ സംഭവിക്കാത്തത്? എനിക്ക് തോന്നുന്നത് ഈ ആത്മീയമായ പാപ്പരത്വം അത് എങ്ങനെ ആ കാലഘട്ടത്തിലെ ഈ സന്യാസ പ്രസ്ഥാനങ്ങളുടെ വളർച്ച അസസ് ചെയ്യണമെന്ന് എനിക്കിപ്പോഴും ഒരു സംശയമുണ്ട്. ചില ചരിത്രകാരന്മാർ അതിനെ വളരെ നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ലോർഡ് ആക്ടനാണോ ലോർഡ് ആക്ടനല്ല റൈസ് ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയറിൽ ഡിക്ലൈൻ ആൻഡ് ഫോൾ ഓഫ് റോമൻ എംപയറിൽ ഓതർ പറയുന്നുണ്ട് that ague that came from the Egyptian deserts എന്ന്. അതായത് ഈ ഈജിപ്ഷ്യൻ മരുഭൂമിയിൽ നിന്ന് കടന്നു വന്നൊരു ഒരു ക്ലേഗാണെന്ന. അതുപോലെ കാരണം വളരെയധികം ക്രിയാത്മകമായ സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടിയിരുന്ന ചെറുപ്പക്കാരെ മരുഭൂമിയിലേക്ക് ഒന്നും ചെയ്യാത്തവരാക്കി കൊണ്ടുപോയി എന്നൊരാരോപണം. അത് അപ്പം ഈ കാലാകാലങ്ങളിൽ ഇതിനെതിരെയുള്ള ശക്തമായ വിമർശനങ്ങളും ഉണ്ടായിട്ടുണ്ട്. നമ്മൾ ഇന്നും സഭയിൽ നിലനിൽക്കുന്നത് ആ ഓടിപ്പോയ ചെറുപ്പക്കാരുടെ എഴുത്തുകളും പഠനങ്ങളുമാണല്ലോ ഇന്നും. അല്ല, ഞാനതിന് പറഞ്ഞു വന്നത് ഈ അവിടെ എൻ്റെ ഒരു അസസ്മെന്റ് ഇതൊരു പാരൽ ഗ്രോത്ത് ആയിട്ട് മാറി. കാരണം നമ്മൾ സഭയിൽ അന്ന് നിലവിലുണ്ടായിരുന്നതിനോട് എന്തിനോട് അവർ പ്രതികരിച്ചുവോ അതില്ലാതായില്ല. പക്ഷെ ഇല്ലാതാകാതെ അവരുടെ ഒരു മാറിപ്പോകലായിരുന്നു അവിടെ സംഭവിച്ചത്. ആ മാറിപ്പോകൽ ഒരു പാരൽ ഗ്രോത്ത് ആണ് ഉണ്ടായത്. ഇപ്പൊ അന്തോണിയോസ് സത്യത്തിൽ നമ്മൾ ചരിത്രത്തിൽ വായിക്കുന്ന വെച്ചാൽ അദ്ദേഹം ഒരു സ്ട്രക്ചറിനോടുള്ള ഒരു പ്രതിഷേധമൊന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ഉൾവിളിയിൽ അദ്ദേഹം അങ്ങ് പോവുകയായിരുന്നു. പക്ഷെ അത് സമൂഹത്തിനെ വളരെയധികം സ്വാധീനിക്കുന്നതും അതിങ്ങനെയുള്ള ഒരു പ്രതിഷേധം ഉള്ള ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അതിൽ ആകൃഷ്ടരാകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഓൾട്ടർനേറ്റീവായിരുന്നു. ഈ സമ്പൽ സമൃദ്ധമായ സഭയുടെ ജീവിതശൈലിയോടൊരു വെല്ലുവിളി അത് എങ്ങനെയെന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു മാർഗമായിട്ട് അത് ഒരു ബദൽ സംവിധാനമായിട്ട് അത് മാറുകയും അവിടെ
ഈ അതിനെനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഇങ്ങനെയുള്ള ചില അറ്റംപ്റ്റ്സ് ഒക്കെ നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ വന്നത് സഭ ഇതിനോടൊരു പരിധിവരെ ക്രിയാത്മകമായിട്ട് പ്രതികരിച്ചു. ഇവരെ അടിച്ചമർത്താനൊന്നും ശ്രമിച്ചില്ല. അപ്പൊ ഇത് പിന്നെ ഈ ആ പീരീഡിൽ തന്നെയാണ് പെട്ടെന്ന് ഈ സഭയ്ക്ക് ഒരു സ്ട്രഗിൾ വരുന്നത്, ഈ ഏറിയൻ കോൺട്രവേഴ്സി. അപ്പൊ ഈ ഇങ്ങനെയുള്ള തിയോളജിക്കൽ കോൺട്രവേഴ്സീസിൽ ഇവരൊരു ശക്തി സ്രോതസ്സായിട്ട് മാറി. അപ്പൊ അതുകൊണ്ട് ഈ സന്യാസ സമൂഹങ്ങളിൽ അല്ലെങ്കിൽ അതിൽ വളർന്ന പിതാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻസ് വളരെ അത്യാവശ്യമായിട്ട് സഭയ്ക്ക് മാറി. അപ്പം എന്നാ സഭയില് ഈ ആത്മീയ പാപ്പരത്വത്തിന് ഉപരി പെട്ടെന്ന് തന്നെ ഈ ഈഡിക്റ്റ് ഓഫ് മിലാനും കോൺസ്റ്റന്റൈൻ്റെ പീരീഡിൽ തന്നെയാണല്ലോ ഈ കോൺട്രവേഴ്സീസ് വരുന്നത്. അപ്പൊ അവിടെ ചില സമയത്ത് രാജശക്തിയോട് എതിർക്കേണ്ടിയും വന്നു. അപ്പൊ അവിടെ വന്നപ്പോൾ ഇവരായിരുന്നു ഒരു പരിധി വരെ സഭയുടെ ഒരു ശക്തി സ്രോതസ്. കാരണം ഒന്നുമില്ലാത്തവന് പേടിക്കാതെ ഇവരെ പ്രതികരിക്കാൻ സാധിക്കും. അത് അച്ഛൻ പറഞ്ഞ പോലെ ഈ പല പിതാക്കന്മാരുടെ എഴുത്തുകളും റെലവൻ്റ് ആയത് അതുകൊണ്ടും ഇങ്ങനെയുള്ള ഹെറസീസിനോടോ അല്ലെങ്കിൽ വേദശാസ്ത്ര പ്രശ്നങ്ങളോടോ ഉള്ള പ്രതികരണങ്ങളാണ് സൂക്ഷിക്കപ്പെട്ടത്. ഒരു കൗതുകകരമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം, ആ കോൺട്രവേഴ്സീസ് ഇല്ലായിരുന്നെങ്കിൽ ഈ പിതാക്കന്മാരുടെ എഴുത്തുകൾ ഇത്രയധികം വായിക്കപ്പെടുവോ സംരക്ഷിക്കപ്പെടുവോ? കാരണം ഇതിനൊരു പ്രസക്തി അവിടെ സഭയിൽ ഉരുത്തിരിഞ്ഞു വരുന്നതാണ്. ആധുനിക കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന പ്രശ്നം ഇങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ല ഇവിടെ. ഈ ഗ്ലോബലൈസേഷനൊക്കെ വരുന്ന ഒരു സാമ്പത്തിക അങ്ങനത്തെ ഒക്കെ പ്രശ്നമുണ്ട്. പിന്നെ ഇപ്പം ഈ വെസ്റ്റ് ഏഷ്യയിൽ കാണുന്ന ഇപ്പോഴത്തെ ഈ ഒരു ക്രൈസിസ് ചിലപ്പം ഈ പീഡ പലപ്പോഴും ഇതിനെ ഒന്ന് ഉയർത്താറുണ്ട്. പക്ഷേ ഈ 20 നൂറ്റാണ്ടുകളായിട്ട് സഭ അനുവദിച്ചു വന്നിരുന്ന പ്രിവിലേജസും അല്ലെങ്കിൽ ഈ ഇസ്ലാമിക് രാജ്യങ്ങളിൽ ഈ ദിമ്മിഫിക്കേഷൻ എന്ന് പറയും, ന്യൂനപക്ഷങ്ങളെ ചെറുതായിട്ട് അവരുടെ അവകാശങ്ങൾ പരിമിതപ്പെടുത്തിക്കൊണ്ട് അവരെ ഒരു ഇല്ലായ്മ ചെയ്യുന്ന രീതിയാണ് അവിടെ ഉള്ളത്. അപ്പൊ ഒരു മിനിമം പ്രിവിലേജസ് ഒക്കെ കൊടുക്കും ഈ ദിമ്മീസിന്. എന്നാൽ അവരുടെ പ്രിവിലേജസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഈ 4-ാം നൂറ്റാണ്ടിൽ ക്രിസ്തീയ സഭയിലേക്കുണ്ടായ പോലെ ഒരു ഒഴുക്ക് ഇവരിൽ നിന്ന് ഇസ്ലാമിലേക്കുണ്ടാകും. കാരണം സ്റ്റേറ്റ് പ്രിവിലേജസ് ഒക്കെ അനുഭവിക്കാനുള്ളത്. അപ്പം വളരെ ചെറിയൊരു ഗ്രൂപ്പായിട്ട് മാറും. ആ ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ ശക്തികളോട് എതിർക്കാനുള്ള ഒരു ത്രാണിയോ ഒന്നും ഇല്ലാതെയും പോകും. വേറൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഈ പീഡ ഏൽക്കപ്പെടുന്ന സഭകളിൽ ഒന്നും തന്നെ ഇപ്പം ബാറബ്രായ്ക്ക് ശേഷം ഒരു ഗൗരവമുള്ള എഴുത്തുകാരുണ്ടായിട്ടില്ല. അപ്പം അതും അവരുടെ ഒരു ആത്മീയ പാപ്പരത്വം എന്ന് തന്നെയല്ല ഞാൻ പറയുന്ന ഒരു ഈ ഇന്റലക്ച്വൽ ഭൗതിക പാപ്പരത്വം കൂടെ. അപ്പം ഇന്നും കണ്ട് അവരുടെ ഒരു പ്രത്യേക സാഹചര്യം നമുക്ക് അവരെ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. നമുക്ക് ഈ പലപ്പോഴും പുറത്തിരുന്ന് പറയുന്നുണ്ട് ഇതിനൊക്കെ കുറ്റപ്പെടുത്തലുകളായിട്ട് മാറുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാം കൂടെ ഒരു പ്രശ്നമാണ് ഇപ്പോഴും നമ്മൾ കാണുന്നത്. ഇപ്പൊ പ്രത്യേകിച്ചും ഈ നമ്മുടെ അധികം പീഡനം ഏൽക്കാത്ത ഒരു സഭയാണ് നമ്മുടെ. എന്നിട്ട് ആ സഭയിൽ ഇപ്പോ പ്രത്യേകിച്ചും ആളുകൾ വിദേശത്ത് പോകുന്നുണ്ട്. അതിന്റെ ഫലമായിട്ട് പണത്തിന്റെ വരവുണ്ട് സഭയിൽ. അതിന്റെ ഒരു പ്രത്യക്ഷമായിട്ടാണ് സഭയിൽ ഇപ്പൊ ഇന്ന് കൂടുതൽ എക്സിബിഷനിസം, ഈ എല്ലാത്തിന്റെയും ഒരു പ്രദർശനപരതയുണ്ട്. ഈ കൺസ്യൂമറിസം ഉണ്ട്. ഈ കാരണം നമ്മൾ എന്തും ഈ ഒരു കാലത്തും എനിക്ക് തോന്നുന്നില്ല ഈ ഇന്നത്തെ കാലഘട്ടവുമായിട്ട് ചിന്തിക്കുമ്പോൾ ദാരിദ്ര്യമുള്ള സഭയായിരുന്നിരിക്കാം. ഈ പക്ഷേ അതാത് കാലഘട്ടത്തിൽ ഈ കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന ഒരു ദരിദ്ര സമൂഹമായിരുന്നില്ല. അതിനുള്ളിലൊരു ദരിദ്രർ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ എന്നും ആ സമൂഹത്തിൽ ഒരു പ്രബല ശക്തിയായിട്ട് നിന്നിരുന്ന ഒരു ഗ്രൂപ്പാണ്. അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നമുക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചുള്ള നിലപാടുകൾ എടുക്കുന്നത് ബുദ്ധിമുട്ടാകും. കാരണം പ്രിവിലേജസ് നഷ്ടപ്പെടാനുള്ളവരെ സംബന്ധിച്ചിടത്തോളം പല ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പൊ സുറിയാനി ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം എന്നും ആ ഒരു പ്രശ്നം നിലനിന്നിരുന്നു. ഇപ്പോഴും നമ്മളെ സംബന്ധിച്ചുള്ള നമ്മൾ പലപ്പോഴും നമ്മുടെയൊക്കെ സഭയുടെ തന്നെ നോക്കിയേ, ഈ കോടതികളിലും ഒക്കെ പ്രശ്നങ്ങൾ നമ്മൾ രാഷ്ട്രീയമായിട്ട് നേരിടുന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും രാഷ്ട്രീയക്കാരുടെ പുറകെ നടക്കാനുള്ള ശ്രമമാണ്. ഈ ഒരു അധർമ്മം ചെയ്യുന്ന രാഷ്ട്രീയ നേതൃത്വം ഉണ്ടെങ്കിൽ പോലും അതിനെതിരെ പ്രതികരിക്കാൻ ശക്തിയില്ലാതെ
അവരോട് എങ്ങനെ അനുരഞ്ജനപ്പെട്ടിട്ട് അവരിൽ നിന്ന് എങ്ങനെയെങ്കിലും ചില നേട്ടങ്ങൾ കൊയ്തെടുക്കുന്ന ഒരു സമൂഹമായി നിലനിൽക്കാനുള്ള ഒരു ശ്രമമാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അത് കാലാകാലഘട്ടത്തിൽ അത് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈവൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിൽ തന്നെ ഈ ക്രൈസ്തവര് ചിലരൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ ശക്തരായ നേതൃത്വങ്ങൾ സമുദായത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിലും ഒരു സമുദായം എന്നുള്ള നിലയിൽ ഒരു നിലപാടുകൾ എടുത്തില്ല. ദേശീയ സമരത്തിൽ പങ്കില്ല. അത് ബ്രിട്ടീഷ് സ്ട്രാറ്റജി ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. കാരണം ഈ ക്രിസ്ത്യാനികളെ കൺസോളിഡേറ്റ് കോളണൽ മക്കാളയുടെ മറ്റൊരു എഴുത്തുണ്ട്. ഈ വേലുത്തമ്പി ദളവയുടെ റിവോൾട്ടിന് ശേഷം അദ്ദേഹം ബ്രിട്ടീഷ് രാജാവിനോ ഗവർണർ ജനറലിനോ എഴുതിയ ഒരു എഴുത്തുണ്ട്. അതായത് ഈ ബ്രിട്ടീഷ് രാജ്യത്തോട് കൂറുള്ള ഒരു ക്രൈസ്തവ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ താല്പര്യമാണ്. ഈ CMS മിഷൻ ഇപ്പം നമ്മൾ 200ാം വാർഷികമൊക്കെ ആഘോഷിക്കുന്ന ഒരു സമയമാണ്. ഈ കേണൽ മൺറോയുടെ ഈ മിഷൻ ഓഫ് ഹെൽപ്പിനെ കുറിച്ച് അങ്ങനെ ഒരു ആരോപണമുണ്ട്. അദ്ദേഹം വളരെ നല്ല കാര്യങ്ങൾ ചെയ്തു, നമ്മൾ നല്ല കാര്യങ്ങളെ വിസ്മരിച്ചുകൊണ്ടല്ല, അതോടൊപ്പം ഇദ്ദേഹത്തിന് എങ്ങനെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് എംപയറിന്റെ ചില താല്പര്യങ്ങൾ. അപ്പൊ അതിന് നമ്മൾ വിധേയപ്പെടുകയും ചെയ്യും. ഈ എന്നും നമ്മൾ നോക്കുന്നുണ്ട്. എന്നാ പോർച്ചുഗീസുകാർ വന്നപ്പോഴും നമ്മൾ പറയുന്നത് തന്നെ ഈ വില്ലാർ വട്ടൻ രാജാവിന്റെ ചെങ്കോലും എല്ലാം കൊണ്ട് അവരുടെ ഏൽപ്പിച്ചു. ഈ ബ്രിട്ടീഷുകാർ വന്നപ്പം അവരോടും സമരസപ്പെടുവാനുള്ള ഒരു ശ്രമമാണ്. അതാത് കാലത്തെ രാജാക്കന്മാരോട് നമ്മൾ അധികാരത്തോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു താല്പര്യം എന്നും നമുക്കുണ്ടായിരുന്നു. അത് ഈ ഒരു മൈനോറിറ്റി കോൺഷ്യസ്നെസ്സിൽ നിന്ന് ഉണ്ടാകുന്നതുമാകാം. ചെറിയൊരു സമൂഹമാകുന്നുണ്ടെ അധികാരത്തോട് സമരം ചെയ്യല് ഒരു യാഥാർത്ഥ്യം ബോധത്തോടു കൂടിയുള്ള ചിന്തയല്ല. പക്ഷെ അവിടെ സംഭവിക്കുന്നത് ഈ സഭാചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ടി ഒരു ഈ സഭയുടെ ആദ്യ ഘട്ടം എന്ന് പറയുന്നുണ്ടെ ചെറിയ ഗ്രൂപ്പാണെങ്കിലും അവരൊരു സമരസപ്പെടലായിരുന്നില്ല. അവർ ശക്തമായ നിലപാടുകളായിരുന്നു. ഈ ശക്തമായ നിലപാടുകൾ ചിലപ്പോൾ അവർ തലപോയി, അതുകൊണ്ട് പീഡയേറ്റു. ആ നിലപാടുകൾ ഉള്ളപ്പോഴാണ് സഭ ഏറ്റവും ശക്തമായതും വളർന്നതും. നിയമത്തിലെ ആ ഒരു പ്രവാചക തുടർച്ചയായിട്ട് അതൊരു പ്രവാചക പാരമ്പര്യത്തിൽ പ്രവാചകന്മാർ ഒറ്റപ്പെട്ടവരായിരുന്നു. ഇതൊരു പ്രവാചക സമൂഹമായി. അതൊരു വളരെ പവർഫുൾ മെസ്സേജാണ്. ഈ അമേരിക്കയിലെ ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ സെക്രട്ടറി പറയുമായിരുന്നു, ഈ ക്രിസ്ത്യൻ മൂവ്മെന്റ് വാസ് നെവർ അബൌട്ട് നമ്പേഴ്സ് എന്ന്. കാരണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞ 12 പേര് കൂടി തുടങ്ങിയ ഒരു പ്രസ്ഥാനമായിരുന്നു. അപ്പൊ ഈ ഒരു ശക്തി നമ്മുടെ ഈ ധാർമ്മിക ബോധത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള അവബോധം നഷ്ടപ്പെടുന്നതിലൂടെയാണ് പലപ്പോഴും നമുക്ക് ദൈവശാസ്ത്രത്തിൽ പറയുന്നത് പോലെ അനാഥാലയങ്ങൾ നിർമ്മിച്ചു കൂട്ടുകയല്ല വേണ്ടത്. അനാഥാലയങ്ങൾ ആവശ്യമുള്ള ഉണ്ടാവുന്നതിന്റെ അധാർമികതയ്ക്കെതിരെ ശബ്ദിക്കാൻ ഇന്ന് സഭയ്ക്ക് പറ്റുന്നില്ല. അപ്പൊ ഇവിടെ അല്ല, നമ്മൾ ഇതിന്റെ ബെനിഫിഷ്യറിയാ സഭ. അപ്പം ഈ സഭയെ സംബന്ധിച്ചിടത്തോളം അനാഥാലയം ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊരു തോന്നലായി ഇതൊക്കെയാണ് ഇതാണ്. അപ്പൊ സമഗ്രമായ ഒരു വിമോചനത്തിന് വേണ്ടി സഭ എന്തുകൊണ്ട് നിലനിൽക്കുന്നില്ല എന്ന് ചോദിച്ചാൽ സഭയ്ക്ക് ഇതിനോട് താല്പര്യമില്ല. ഇപ്പൊ ആശുപത്രി, ഞാൻ തമാശയായിട്ട് ഇവിടെ പറയാറുണ്ട്, ഈ നമ്മുടെ ഇവിടുത്തെ ഒരു ആദ്യകാല സമൂഹം മുഴുവൻ ഏറ്റവും നല്ലൊരു പങ്ക് നേഴ്സസാണ്. അപ്പം ആരെങ്കിലും ഒരു സ്റ്റഡി എടുത്താൽ വളരെ കൗതുകമായിരിക്കും. ഈ മലങ്കര സഭയുടെ സാമ്പത്തിക വളർച്ചയിൽ ഈ നഴ്സിംഗ് പ്രൊഫഷന്റെ കോൺട്രിബ്യൂഷൻ. അത് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെ ഒപ്പം ചേർന്ന് ചിന്തിക്കേണ്ടത് ലോകത്ത് രോഗമില്ലാത്ത ഒരവസ്ഥ, ലോകം മുഴുവൻ രോഗങ്ങളിൽ നിന്ന് വിമോചിതരാകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഇതൊരു സ്ഥിരം ക്രൈസിസാണ്. ഈ അപ്പം കാരണം ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് തന്നെ അങ്ങ് മാറി, ഈ നമ്മുടെ ഈ ചാരിറ്റി വർക്കും ഇതെല്ലാം കൂടെ. പക്ഷേ അതിനോടൊപ്പം ചേർന്ന് ചിന്തിക്കേണ്ടത് ഇതൊരു ആംബുലൻസ് വർക്ക് എന്നതിനെ പറയും, ഈ ചാരിറ്റി വർക്ക്. കാരണം വ്യവസ്ഥിതി മാറുകയാണ് ഉത്തമം. അപ്പൊ പക്ഷെ അതുവരെ ഇതില്ലാതെ പറ്റുകയില്ല. അപ്പൊ പക്ഷെ ഇപ്പം നമ്മൾ സംഭവിക്കുന്നത് വ്യവസ്ഥിതി മാറ്റാനുള്ള ശ്രമങ്ങൾ നമുക്കില്ല, ലക്ഷ്യം ഇതിൽ തന്നെ ആയി. അപ്പൊ അത് നമ്മുടെ ഒരു വലിയൊരു ക്രൈസിസാണ്. ഇത് തന്നെ ദേറാ പ്രസ്ഥാനങ്ങൾക്കുണ്ട്. ഈ ദേറാ പ്രസ്ഥാനങ്ങൾ ഈ 3-ാം നൂറ്റാണ്ട് 4-ാം നൂറ്റാണ്ട് അത് കഴിഞ്ഞ് ഒരു 5-6 വന്നതോടുകൂടി തന്നെ 6-ാം നൂറ്റാണ്ടിനോടൊക്കെ പിന്നെ ഡാർക്ക് ഏജസ് എന്നാണല്ലോ പറയുന്നത്. ആ കാലഘട്ടം വന്നിട്ട് ഇത് തന്നെ ഒരു ലക്ഷ്യമായി. വളരെ സമ്പന്നമായ ദേറാകൾ,
അതിൽ വലിയ സ്ഥാപനങ്ങൾ, വളരെ അധികാരം കൈയടക്കുന്ന ആബട്സ്. ഇപ്പൊ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ഇതും വികൃതമാക്കപ്പെട്ടു. കത്തോലിക്ക സഭയിലൊക്കെയുള്ള വെസ്റ്റേൺ ചർച്ചസിലെ നമ്മൾ ദേറാ പ്രസ്ഥാനങ്ങളിൽ മറ്റൊന്ന് കാണുന്നത്, ഈ ഓരോ ഡൗൺഫോളിൽ ഇതിനകത്ത് റിഫോം മൂവ്മെന്റ് അതിനകത്ത് തന്നെ ഉണ്ടാകും. ഇപ്പൊ ഈ ബെനഡിക്റ്റൈൻ മൂവ്മെന്റിൽ നിന്നുണ്ടായ പല റിഫോം മൂവ്മെന്റ്സ് ആണ് ക്ലൂണി, കപ്പൂച്ചിൻ ഇങ്ങനെ ഓരോന്നായിട്ട് വരുന്നത്. ഇത് മലങ്കര സഭയെ സംബന്ധിച്ചോളം നമുക്ക് ഒരിക്കലും ഈ ദേറാ പ്രസ്ഥാനം ശക്തിപ്പെട്ടു എന്ന് പറയാൻ പറ്റുന്നില്ല, കാണുന്നില്ല. അങ്ങനെയും ഒരു ശക്തമായ ഒരു ദേറാ സങ്കല്പം മുമ്പിട്ട് വന്ന ബദനിയോടുകൂടിയാണ് എനിക്ക് തോന്നുന്നത്. ബദനിയിലെ അന്നത്തെ MA അച്ഛൻ പണിക്കരച്ഛൻ്റെ നേതൃത്വത്തിൽ, അത് പിന്നെ അദ്ദേഹം ഈവാനിയോസ് മെത്രാച്ചനായി. പക്ഷെ അത് തന്നെ അതിൻ്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ അദ്ദേഹം റോമാസഭയിൽ ചേർന്നതോടുകൂടി അതിൻ്റെ ഒരു കൺഫ്യൂഷനായി. പിന്നെ വന്നത് പത്തനാപുരം ഒക്കെയാണ്, ദിവനാസ തിരുമേനിയുടെ നേതൃത്വത്തിൽ വന്നു. പിന്നെ അങ്ങും ഇങ്ങും കൊച്ചു കൊച്ചു ദേറാകൾ വന്നു. ഇവിടെ വന്നത് നമുക്കൊരു പാരഡൈം പ്രോബ്ലം വന്നു. ഈ നമ്മുടെ പ്രസ്ഥാനങ്ങളുടെ ആവശ്യം തന്നെ സ്ഥാപനവൽക്കരണവും സ്ഥാപനങ്ങൾ ഉണ്ടാക്കലും, പിന്നെ ദേറാക്കാരെന്ന് പറയുന്നത് ഈ സമൂഹത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടി എന്ന് തന്നെ ഞാൻ പറയാം, അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഫ്രീ ലേബർ. ഇപ്പൊ ഇവരുടെ ദാരിദ്ര്യം ഇപ്പൊ എന്നും നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യുന്ന ഇവരുടെ ആദ്യകാല ദാരിദ്ര്യം ഈ പ്രസ്ഥാനത്തിന്. പക്ഷെ ആദ്യകാല ദാരിദ്ര്യം ഉണ്ടായിരുന്നു, അവര് കഷ്ടപ്പെട്ടു. പക്ഷെ ഈ കഷ്ടപ്പെട്ടതും സ്ഥാപനങ്ങൾ വളർത്താൻ ഒരു ദേറായുടെ ലക്ഷ്യം അതാണോ? ഈ സ്ഥാപനങ്ങൾ ഉണ്ടാകുന്നത് തന്നെ ഇപ്പം ഒരു സ്ഥാപനം ആവശ്യമുള്ളിടത്താണോ? ഇപ്പൊ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തടത്ത് ഒരു സ്കൂൾ തുടങ്ങും. അത് അവിടെ ഒരു സമൂഹത്തിലെ ഒരു ക്രിയാത്മകമായ ഇന്റർവെൻഷനാണ്, ഇടപെടലാണ്. അതേസമയം കോട്ടയത്തോ എറണാകുളത്തോ കോഴിക്കോട്ടോ അല്ലെങ്കിൽ തിരുവല്ലയിലെ ഈ സ്കൂളുകളുടെ പ്രളയത്തിന്റെ കൂട്ടത്തിൽ നമ്മുടെ ഒരു ബ്രാൻഡും കൂടെ വെക്കുന്നത് റിസോഴ്സസിന്റെ വേസ്റ്റ്, ഒരു വേസ്റ്റ് എന്ന് ഞാൻ പറയുന്ന റിട്ടേൺ ബേസിലല്ല, ഈ സഭയുടെ ദൗത്യ നിർവഹണത്തിൽ നമ്മുടെ റിസോഴ്സസിന്റെ വേസ്റ്റ്. അതേസമയം ഇടുക്കിയിൽ നമ്മൾ ചിലപ്പോൾ ന്യൂസിൽ കാണാമല്ലോ, അധ്യാപകരെ കിട്ടുന്നില്ല, സ്കൂൾ നടക്കുന്നില്ല. അവിടെ പോയി നമ്മളൊരു സ്കൂൾ നടത്താൻ ഒരിക്കലും നമ്മൾ തയ്യാറല്ല. നഷ്ടം, അത് നഷ്ടമായതുകൊണ്ട് നമ്മുടെ ഈ ബാലൻസ് ഷീറ്റിലെ പ്രയോഗങ്ങൾ തന്നെ ലാഭനഷ്ടത്തിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. ഇത് സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. ദേറാ പ്രസ്ഥാനങ്ങൾ നോക്കിയാലും ഈ വളരെ രസകരമായ ചില കാര്യങ്ങളുള്ളത്, ദേറാകൾ എന്തിനു നിലനിൽക്കുന്നു, അല്ലെങ്കിൽ ദേറാകളെ നിലനിർത്താൻ സമൂഹത്തിന് ബാധ്യതയുണ്ടോ? ഇപ്പം നമ്മൾ ഏത് ദേറായി എടുത്തോട്ടെ, അതിനുവേണ്ടി ഒരു പിരിവ് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പേരൊക്കെ കുറെ പേര് പണിയെടുക്കാതെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ കാശ് തരണം. അവിടെ പിന്നെ സാധിക്കുന്നില്ല, നമ്മുടെ പ്രാർത്ഥന നമ്മൾ ക്യാപിറ്റലൈസ് ചെയ്യാൻ നോക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, അതിന് കാശ് തരാം. അതേസമയം ഈ പഴയകാല ദേറാകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അവര് പണിയെടുത്ത് അവര് ജീവിക്കുകയായിരുന്നു. അവരൊരിക്കലും സമൂഹത്തിനൊരു ബാധ്യതയോ ബേർഡനോ ആയിട്ടിരുന്നില്ല. എനിക്കൊന്ന് ഇതൊക്കെ നമ്മൾ വീണ്ടെടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ഇത് വീണ്ടും അതിനൊരു ഒരു ശക്തിയും ഒക്കെ ഓജസ്സും ഒക്കെ ലഭ്യമായി. ഇവിടെ തന്നെ ഇപ്പൊ കാണുന്ന ഒരു ട്രെൻഡ് ഉണ്ട്, ഈ മൊണാസ്റ്റിക് ബൗസ് കുറയുമെന്ന് പറയുമ്പോഴും സ്ട്രിക്റ്റ് ഓർഡേഴ്സിൽ ആളെ കിട്ടുന്നുണ്ട്. ഇവിടെ ഇന്നാളെ എന്നോട് പറഞ്ഞു, ന്യൂ മെക്സിക്കോയിലും കണ്ടൊരു ഒരു മൊണാസ്ട്രി ഉണ്ട് ജെസ്യൂട്ട്സിന്റെ, അവിടെ ആളെ കിട്ടുന്നുണ്ട്. അപ്പൊ നമ്മൾ വളരെ കൗതുകകരമായിട്ട് വളരെ സോഷ്യലൈസ് ചെയ്ത് നടക്കുന്ന സമൂഹത്തിൽ ആളെ കിട്ടുന്നത്. കാരണം സോഷ്യലൈസ് ചെയ്ത് നടക്കാൻ ഞാൻ തന്നെ നേരായി പോകുന്നു. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ അട്രാക്ട് ചെയ്യുന്നത് റോങ് എലിമെന്റ്സിനെ. അത് ഇവിടെ ഒന്നും ചിലപ്പോൾ അങ്ങനത്തെ പ്രശ്നം വരില്ല. പക്ഷെ നമ്മുടെ കേരളം പോലുള്ള സ്ഥലത്ത് ഇത് അലസന്മാർക്ക് ഒരാശ്രയ കേന്ദ്രമായിട്ട് മാറാൻ സാധ്യത ഉണ്ട്. ആണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് കേൾക്കുന്നവരെല്ലാവരും കൂടെ എന്നെ ഇനി അടുത്ത സ്ഥലത്ത് കാണാൻ നമ്മുടെ ദേറാക്കാരെല്ലാവരും കൂടെ എന്നെ വളഞ്ഞു വെച്ച്, കാരണം ഇവരെന്താണ് സമൂഹത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയാം. പിന്നെ ഇവര് പ്രാർത്ഥിക്കാനായിട്ട് സമൂഹം ഇവർക്ക് ഒരു സമൂഹത്തിന് ഇവരൊരു ബാധ്യതയാകണം. അല്ലെങ്കിൽ ഇവരുടെ സ്കൂളുകൾ, വലിയ സ്ഥാപനങ്ങളുണ്ട്, ഒരു നന്നായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളുമുണ്ട്. ഈ സ്ഥാപനങ്ങൾ ഒരു
സഭയുടെ ദൗത്യ നിർവഹണത്തിന് എന്ത് പങ്കാളിത്തമുള്ളത്? നല്ല സ്കൂളാണോ, സാമ്പത്തിക നേട്ടം ഉണ്ടാകുന്നത്, അതൊക്കെ ശരിയാണ്. അതൊരു തെറ്റുവാണെന്ന് ഞാൻ പറയുകയില്ല. പക്ഷെ ഒരു വലിയൊരു ദേറായുടെ, ഒരു മൊണാസ്ട്രിയുടെ മിഷൻ എന്ന് പറയുന്നത് ഒരു പ്രോഫിറ്റബിൾ സ്കൂൾ നടത്തുകയാണോ? സാധാരണ ഈ കണ്ടംപ്ലേറ്റീവ് മൊണാസ്റ്റിക് ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നത് ഈ അവർ വേറെ വർക്കൊന്നും നടത്തുന്നില്ല, സോഷ്യൽ വർക്ക് നടത്തുന്നില്ല. അവർ പ്രയർ ലൈഫാണ് പ്രധാനമായിട്ടും. അത് ഈ വലിയ മഞ്ഞ് മലകളെ പോലെയാണെന്ന് പറയാം. കാരണം മഞ്ഞ് മലകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ലോകത്തിൻ്റെ മൊത്തം കാലാവസ്ഥ അതുപോലെ നിലനിൽക്കുന്നത്. അപ്പം അത്തരത്തിൽ പ്രത്യക്ഷത്തിൽ നിഷ്ക്രിയമാണെങ്കിലും അവരൊരു ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട്, സൊസൈറ്റിയുടെ ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതിജീവനത്തിൻ്റെ പുതിയ മാതൃകകളെ കാണിച്ചു കൊടുക്കാനായിട്ട് അവർക്ക് ഒരു പ്രകാശഗോപുരം പോലെ, അതിനകത്ത് 2 തരത്തിൽ ജീവിക്കാമെന്ന് പറയുന്നു. സ്ട്രീറ്റ് ലൈറ്റ് പോലെയും ഈ ലൈറ്റ് ഹൗസ് പോലെയും. സ്ട്രീറ്റ് ലൈറ്റ് പോലെ പ്രവർത്തിക്കുന്നത് ഒരു മിഷൻ വർക്കിൻ്റെ ലെവലാണ്. അപ്പം കുറച്ച് ദൂരം വെളിച്ചം കാണിച്ചു കൊടുക്കുക. അതേസമയം ലൈറ്റ് ഹൗസ് ആകുക എന്ന് പറഞ്ഞാൽ ഒറ്റപ്പെട്ട ഒരു ജീവിതമാണ്. അത് ഈ മനോവാരിധിയിൽ കിടന്ന് ഉഴലുന്ന മനുഷ്യർക്ക് യഥാർത്ഥത്തിൽ മറുകര കണ്ടെത്താൻ, ഒരു തഥാഗതൻ്റെ അവസ്ഥയിലൊക്കെ എത്താനായിട്ട് സാധിക്കുന്ന തരത്തിൽ ചില ജീവിതങ്ങൾ മാറി താമസിച്ച് അവരവരെ തന്നെ ഒരുക്കി രൂപപ്പെടുത്തി ജീവിക്കുന്നതാണെന്ന് പറയാം. പക്ഷെ ഈ ഒരു ലക്ഷ്യത്തിലേക്കൊന്നും അല്ല, അതാ ഞാൻ പറഞ്ഞത് അച്ഛൻ വീണ്ടും അഫേം ചെയ്ത്. നമ്മുടെ ഇപ്പൊ സ്ട്രീറ്റ് ലൈറ്റും അല്ല, ലൈറ്റ് ഹൗസും അല്ല, രണ്ടുമല്ല. അവിടാണ് നമ്മുടെ പ്രശ്നം. അതെനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ഈ തുടങ്ങിയ ദേറാകളൊക്കെ ഇപ്പൊ ചരിത്രപരമായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ പ്രശസ്തവും നല്ലതുമായ ദേറാകൾ ദേറ തുടങ്ങാനായിട്ട് തുടങ്ങിയതല്ല. അല്ല, അവര് 1 or 2 അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പൊ അന്തോണിയോസിനെ പഠിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പ്രാർത്ഥിക്കാൻ പോയി. ഈ വേദപുസ്തകം ഏവങ്കേലിയം വായിച്ച് കേട്ട് ഇതിനോട് അദ്ദേഹത്തിൻ്റെ ഒരു ഉൾപ്രേരണയിൽ ഉണ്ടായ ഒരു പ്രതികരണമാണ്. അതിന് അദ്ദേഹം ആരുടെ അനുവാദവും ചോദിച്ചില്ല, അദ്ദേഹം അന്ന് പ്രാർത്ഥിക്കാനായിട്ട് പോയി. അതിൽ ആകൃഷ്ടരായി കുറെ പേർ അവരുടെ ചുറ്റും കൂടുക. ഇത് നിരന്തരമായി നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഈവൻ ഭാരതീയ പാരമ്പര്യത്തിലെ പരുമല തിരുമേനയുടെ ആണേലും അതെ. പിന്നെ തിരുമേനയുടെ പിന്നെ ഒരു ശിഷ്യ പരമ്പര, അദ്ദേഹത്തിന്റെ മിനിസ്ട്രി എപ്പിസ്കോപ്പൽ മിനിസ്ട്രി ആയതുകൊണ്ട് പിന്നെ ഒരു സെമിനാരി മിനിസ്ട്രിയിലേക്കും ഇങ്ങനെ ആയിരുന്നു. ഈ ഭാരതീയ പാരമ്പര്യത്തിലാണേലും ഈ ഓർഡേഴ്സ് ഉണ്ടാക്കലല്ലോ. ഒരു നല്ല സന്യാസി അല്ലെങ്കിൽ നല്ലൊരു യോഗിയുടെ പുറകെ ശിഷ്യ പരമ്പര ഉണ്ടാകുക. പലപ്പോഴും അത് പറയുന്ന ഈ ശിഷ്യന്മാർ 1 or 2 തലമുറ കഴിയുമ്പോഴത്തേന് ഇത് നാശമാകും. അപ്പൊ അതിൽ നിന്ന് ആരെങ്കിലും പുതിയതായിട്ടുണ്ടാകും. അപ്പൊ ഇവിടെ നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് തിരിച്ചാ, ഈ ദേറ ഉണ്ടാക്കുക. ഈ ദേറ ഉണ്ടാക്കി വെച്ച് പിന്നെ അതിന് ദേറാക്കാരെ പിടിക്കാൻ നടക്കുക. അങ്ങനെ ഉണ്ടാകുമ്പം ഈ പല ദേറാക്കാരും ഇതിൽ ആകൃഷ്ടരായത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വരും. നമ്മുടെ ദേറാകൾ ഉണ്ടാക്കിയത് നല്ല ദേറാക്കാരായിരുന്നു, പക്ഷെ അവരുടെ ഈ പലതും ഉണ്ടാക്കിയത് ഇപ്പൊ ഞാലിയാവഴി ദേറയാണെങ്കിലും തിരുവേനിയാ കഴിഞ്ഞുണ്ടാക്കിയെന്ന് തോന്നുന്നില്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ പ്രധാന മിനിസ്ട്രി എപ്പിസ്കോപ്പൽ മിനിസ്ട്രി ആയിരുന്നു, ആ സമയത്ത് ഉണ്ടാക്കിയതാണ്. ദിവനാഥ തിരുമേനിയുടെ ആണേലും പത്തനാപുരം ആണേലും എപ്പിസ്കോപ്പൽ മിനിസ്ട്രി. അപ്പൊ അത് തന്നെ ഒരു ചോദ്യം. ഈ കാരണം ഇത് ദേറ ഉണ്ടാക്കുക, ആദ്യം ദേറ ഉണ്ടാക്കിയിട്ട് പിന്നെ ദേറാക്കാരെ കൂട്ടുക. നമ്മുടെ ഒരു സഭയുടെ സാഹചര്യത്തിൽ ഒരു മെത്രാപ്പോലിത്ത രൂപപ്പെടുത്തുന്ന ദേറായായിരിക്കും കുറച്ചും കൂടി. സാധാരണ ഒരു അച്ഛനൊരു ദേറ തുടങ്ങുന്നില്ല. ഒരു മെത്രാപ്പോലിത്ത തുടങ്ങുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു സാമൂഹിക അംഗീകാരമോ അല്ലെങ്കിൽ ആളുകൾക്ക് കുറച്ചും കൂടെ, ഇപ്പം വരുന്ന കുട്ടികൾക്കാണെങ്കിലും അവരുടെ ലക്ഷ്യവും സാധാരണ രീതിയിൽ ഇപ്പോൾ ഒന്ന് സെമിനാറിലേക്ക് പഠിക്കണം. അപ്പം അങ്ങനെ വരുന്ന ഇപ്പോൾ ഞാലിയാവഴിയുടെ പശ്ചാത്തലത്തിലാണെങ്കിൽ തന്നെ കുറേ കുട്ടികളെ അവിടെ താമസിപ്പിച്ചതിൽ നിന്നാണ് കുറച്ച് ദേറാക്കാർ, ഇപ്പോൾ ഞങ്ങളൊക്കെ ആണെങ്കിൽ പോലും സംഭവിച്ചത്. അല്ലാതെ വേറൊരു പുസ്തകം വായിച്ചോ വേറൊരു ഓപ്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം അവിടെ താമസിച്ചു. ആ താമസവും തിരുമേനി പറഞ്ഞതുപോലെ യോഹന്നാസ് തിരുമേനിയുടെ ഒരു ജീവിതചര്യയാണ് സത്യത്തിൽ ഞങ്ങളെ ആകർഷിച്ചത്. അപ്പം അങ്ങനെ കരിസ്മയുള്ള ആളുകൾ ഇല്ലെങ്കിൽ അപകടകരമല്ല. അതിൽ തന്നെ എനിക്കിപ്പോൾ ഈ യോഹന്നാസ് തിരുമേനിയെ കുറിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് അദ്ദേഹം വളരെ ഒരു ജീവിതചര്യ നിഷ്ഠയൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതോടൊപ്പം അച്ഛനീ പറഞ്ഞത് തന്നെ ദേറാ പ്രസ്ഥാനത്തിന്റെ പരാജയമാണ്. കാരണം നമ്മളിങ്ങനെ പിള്ളേരെ അവിടെ നിർത്തി ഓറിയന്റ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു ആവശ്യം വരുന്നു. ഇതല്ലാതെ അട്രാക്റ്റഡ് ആകുന്നില്ല.
ഒരു സന്യാസ ജീവിതം എന്ന് പറയുന്നത് ഇപ്പൊ പൊതുവെ എല്ലാവരും പറയുന്നത് അതൊരു നോർമൽ ലൈഫ് അല്ലല്ലോ. അതല്ല. അപ്പം സത്യത്തിൽ പിള്ളേരെ കൊണ്ടു നിർത്തി ഓറിയന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണോ അത്? അതേസമയം ഒരു വളർച്ചയെ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ഈ വായിച്ചോ ഒക്കെ ആയിട്ട് ഇതിനൊക്കെ വരുന്നരുത്. ഈ റോൾ മോഡൽസ് ഉണ്ടായി കഴിയുമ്പോഴാണ് ഈ ശിഷ്യപ്പെടുന്നവർ, നമുക്കറിയാലോ ശിഷ്യപ്പെടുന്നവരെല്ലാവരും സന്യാസിയാണോന്നൊന്നുമില്ല. പക്ഷേ ഇവിടെ നമുക്ക് പറ്റുന്നത് ഈ അച്ഛൻ പറഞ്ഞ സമൂഹത്തിന്റെ അംഗീകാരം വേണമെന്നൊക്കെ ഉള്ള അത് തന്നെ ഒരു സന്യാസ പ്രസ്ഥാനത്തിനൊരു കൗണ്ടർ ഇൻഡ്യൂട്ടീവ്. ഇപ്പോഴത്തെ കാലത്തിന്റെ ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് നിന്നുണ്ടാവും. ഇപ്പൊ കുട്ടികളാണെങ്കിൽ പോലും ആ ഒരു ആഴമേറിയ വായനാശീലമൊക്കെ നമ്മുടെ പരിസരത്ത് കുറഞ്ഞു വരികയാണ്. അപ്പോൾ ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് നന്നാവും. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആഴമേറിയ ഇത് വായനയൊന്നും ഇല്ലാത്ത ഒരു സമൂഹത്തിൽ ഇവരെ പിടിച്ച് തയ്യാറാക്കാരനാക്കിയാൽ ഇവൻ എന്തെങ്കിലും അതിലും അവരുടെ ആഴം നഷ്ടപ്പെടുകയല്ലേ. അച്ഛൻ പറയുന്നവര് മുമ്പേ പറഞ്ഞവര് മഞ്ഞുമലയല്ല വെറും കുന്നുപോലും അല്ലാത്ത ഒരു അവസ്ഥയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് അലസത ഉണ്ടാക്കുക. അല്ല, ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാമെന്നാണ്. അല്ല, ഒരുക്കി കൊടുക്കാൻ ഞാൻ പറഞ്ഞത് ഇത് ഒന്ന് ഈ ദേറാകൾ ഉണ്ടാകട്ടെ, അവിടെ വായനയ്ക്കും പഠനത്തിനുമുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാകട്ടെ. പക്ഷെ പലപ്പോഴും ഒരു സങ്കടകരമായ അവസ്ഥ അതൊന്നും നടക്കുന്നില്ല. പിന്നെ ഈ നമ്മളൊരു എക്സ്റ്റേണാലിറ്റീസിലുള്ള ഒരു എംഫസിസാണ്. ഇത്ര നേരം അവിടെ ഇരിക്കണം, ഇന്ന നമസ്കാരം ചെയ്യണം, അതൊക്കെ ആവശ്യം, അതൊരു ബേസിക് ഡിസിപ്ലിനാണ്. അതിലുപരി അതാണ് ഈ ചര്യയ്ക്ക് വേണ്ടി എന്നുള്ള മട്ടില്ല വളരുന്നില്ല. അതേസമയം അതിൽ നിന്ന് ഞാനൊരു വളർന്ന കാരണം വളരെ കൃത്യമായി ഈ ദിനചര്യകളും പ്രാർത്ഥനകളും ഒക്കെ ഒരു അനുഷ്ഠിക്കുന്ന ഒരു വ്യക്തി ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് പൊട്ടിത്തെറിച്ച് ദേഷ്യപ്പെടുന്നു. അപ്പൊ ഇവരുടെ ഒരു സ്വന്തം ജീവിതത്തിൽ ഈ പറയുന്ന ഒരു ഇക്വാനിമിറ്റിയോ സ്ഥിതപ്രജ്ഞതയോ ഒന്നും കാണാതെ വരും. അല്ല, ഈ മിസ്റ്റിക്കൽ അറഗൻസ് ആണെങ്കിൽ അത് മൗണ്ട് ആത്തോസ് പോലുള്ളടത്ത് പോയി ഇരിക്കണം. പബ്ലിക്കിൽ ഇറങ്ങിയാൽ ഇതൊരു ബുദ്ധിമുട്ടാണ്. ഈ നമ്മുടെ ഒരു വിഷമം ഈ അറഗൻസ് വഴി കാണിച്ചുകൊണ്ട് നടക്കും. ഈ എന്റെ ബലഹീനത ഞാൻ പറഞ്ഞാൽ ഇത് ജനത്തിന് ഇതൊരു ബാധ്യത ആക്കാതിരിക്കാനുള്ള ഒരു വിവേകം എനിക്ക് വേണമല്ലോ. പിന്നെ എനിക്ക് ഒരു അത്ഭുതം തോന്നിയിട്ടുള്ള നമ്മുടെ സഭയെക്കുറിച്ചൊരു എന്തുകൊണ്ട് ഈ സന്യാസത്തിന് അങ്ങനെ ഒരു ശക്തമായ വേര് പിടിച്ചില്ലെന്നോ. ഭാരതത്തിന്റെ പശ്ചാത്തലത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നത് ഒരു കാലഘട്ടത്തിൽ ഒരു ഭാരതീയ ശൈലിയുള്ളതാണ്. നമുക്ക് അങ്ങും ഇങ്ങും കുറെ റമ്പാന്മാരുണ്ടായിരുന്നു. ഈ പരുമല തിരുമേനി അങ്ങനെ, അതിനു മുമ്പ് ഈ കാറ്റാടി റമ്പാച്ചൻ എന്നൊക്കെ പറഞ്ഞ് ഈ വടക്കൻ പ്രദേശത്ത് ഒറ്റപ്പെട്ട റമ്പാന്മാര് ഈ നമ്മുടെ കായംകുളത്ത് നമ്മുടെ വേദോത്സവം ട്രാൻസ്ലേറ്റ് ചെയ്ത റമ്പാച്ചൻ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒറ്റപ്പെട്ട ഇതുണ്ടായിരുന്നു. ഈ ഒരു എനിക്ക് തോന്നുന്ന 20-ാം നൂറ്റാണ്ടോടുകൂടിയാണ് ഈ വെസ്റ്റേൺ ടൈപ്പ് ഓഫ് സന്യാസത്തിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുകയും ചെയ്തു. സംഘരൂപം ഉണ്ടാക്കി അതൊന്ന് അപ്പൊ പിന്നെ ഈ സംഘമായി ഈ എന്നാ മലയാളത്തിൽ പറയല്ലേ, അമ്മാത്തൂന്ന് ഇറങ്ങുകയും ചെയ്ത് ഇല്ലത്തൊട്ട് എത്തുകയും ചെയ്തില്ല. നമ്മുടേതായ തനതായ ശൈലികൾ നഷ്ടപ്പെട്ടു. എന്നാൽ വെസ്റ്റിൻ്റെതായ ഒരു ഡിസിപ്ലിൻ നമുക്ക് കിട്ടിയില്ല. ഇപ്പൊ ഇതിന്ന് നമ്മുടെ ഒരു ക്രൈസിസ് ആണ്. ഇപ്പൊ നമ്മുടെ സഭയിലെ ആണെങ്കിലും സന്യാസ പ്രസ്ഥാനങ്ങളെ കുറിച്ച് വളരെയധികം കൺസേൺസ് ഉണ്ട്. അത് ഇൻഡിവിജ്വൽ അല്ല, അത് ഈ പ്രസ്ഥാനങ്ങൾ എങ്ങോട്ട് തോന്നുന്നു. ഒരു കാലഘട്ടത്തിൽ വളരെയധികം സ്വത്ത് ഇതിലേക്ക് കുമിഞ്ഞു കൂടിയിട്ടുണ്ട്. നമ്മുടെ നിങ്ങളുടെയൊക്കെ ചെറിയ സന്യാസ പ്രസ്ഥാനം കഴിച്ചപ്പോൾ 10,000 വേദനി അങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ധാരാളം പണമുണ്ട്. നമ്പർ കുറയുന്നു. അപ്പൊ ഈ നമ്പർ കുറയുകയും പണം കൂടുകയും അപ്പൊ ഇവരുടെ അപ്പൊ പിന്നെ ഈ അപ്പൊ പിന്നെ ഇതിന്റെ ശ്രമം ആളെ കൂട്ടാനാണ്. കാരണം ഇതൊരു കൺസേൺ ആയിട്ട് മാറുകയാണ്. അപ്പൊ ഇതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഈ ആകാംക്ഷയിൽ നിന്ന് ഉരുത്തിരിയുന്ന ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ പിന്നെ ക്വാളിറ്റി ഓഫ് ഇൻമേറ്റ്സ് കുറയും. കാരണം നമ്മൾ കോംപ്രമൈസ് ചെയ്യും. കാരണം ഈ ദീർഘകാലത്തെ ഒരു നൊവീഷ്യേറ്റിന് ശേഷമൊന്നും അല്ല ഇപ്പോൾ ഒരുത്തനെ വേറാക്കാരനാക്കുന്നത്. മറ്റൊന്ന് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ട ഒന്ന് വൈദിക വൃത്തിയും ഇതും കൂടെ കമ്പൈൻ ചെയ്യണമെന്ന്. അപ്പൊ അച്ഛനൊരു ദേറാക്കാരനും വൈദികനും കൂടെ ആണല്ലോ. അപ്പം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഒരു നല്ലൊരു മൊണാസ്റ്റിക് മങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ പാസ്റ്ററൽ മിനിസ്ട്രി ഒരു ശല്യം, ഒരു നമ്മൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു വിഷയമാണ്.
ദേറാക്കാരുടെ പള്ളി ഭരണവും പിന്നെ ഇന്ന് പലരും ഇപ്പം ദേറായി ചേരുന്നത് തന്നെ അച്ഛനാണ്. അതെ അതൊരു മിസ്മാച്ചാണ്. ഇപ്പൊ കത്തോലിക്ക സമുദായത്തിൽ ബ്രദർഹുഡ് ഉണ്ട്, സന്യാസി. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാളെ തന്നെ ഈ തമാശയായിട്ട് തന്നെ പറയാറുന്നല്ലോ, ഈ ഒരു മൊണാസ്റ്റിക് സെയിങ് ഉണ്ടല്ലോ, റൺ അവേ ഫ്രം ബിഷപ്സ് ആൻഡ് വിമൻ. കാര്യം ബിഷപ്സ് നിങ്ങളെ പിടിച്ച് പട്ടം തരും, സ്ത്രീകൾ നിങ്ങളെ ടെംപ്റ്റ് ചെയ്യും. അത് ഒരു പുരുഷ മേധാവിത്വത്തിന്റെ അല്ലെങ്കിൽ ഒരു മെയിൽ ഷോവിനിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പോൾ ഇതിന്റെ ബിഷപ്പിനെ സംബന്ധിച്ചുള്ളത് ശരി. അപ്പൊ ഈ പൗരോഹിത്യം സത്യത്തിൽ ഒരു പരിധി വരെ ദേറാകൾ മാറ്റി നിർത്തിയിരുന്ന നഷ്ടപ്പെടും അധികാരത്തിന്റെ. പിന്നെ ഡിസിപ്ലിൻ വേറൊന്നും. അത് ചിലപ്പോ എനിക്ക് തോന്നും ഈ പ്രവാചക വീര്യം കളയാൻ വേണ്ടി ഹൈറാർക്കി ചെയ്തതാണോ. ഈ നമ്മള് ഇവനെ ഒതുക്കാൻ പറ്റില്ല, ഇവനെ കൂട്ടത്തിൽ കൂട്ടുകയാണല്ലോ ഏറ്റവും ഡിപ്ലോമസി. അപ്പൊ ഇതുകൊണ്ടെങ്കിൽ ഈ അധികാര ശ്രേണിയുടെ പങ്കായി ഒരു പങ്ക് പറ്റുന്നവനായിത്തീരുന്നു, അവനും ഇത് സംരക്ഷിക്കാൻ ശ്രമിച്ചോളൂ. അപ്പൊ ഒരു തിരുത്തൽ ശക്തി ആകേണ്ടിയ ദേറാ പ്രസ്ഥാനം ഇതിന്റെ ഭാഗമായി. അല്ല, പോംവഴി ഈ എനിക്ക് തോന്നുന്ന ഈ പ്രസ്ഥാനത്തിനെ കുറിച്ച് നമ്മൾ കൺസേൺഡ് ആകരുതെന്ന്. ഇപ്പം 4-ാം നൂറ്റാണ്ടിൽ ശക്തമായ ദേറാ പ്രസ്ഥാനം വന്നിരുന്ന അവിടെ സുന്നോദോസ് കൂടി ദേറാകൾ എങ്ങനെ ഉണ്ടാക്കുമെന്ന് ആലോചിച്ചല്ല. ഇതിന് മൂവ്മെന്റ് സഭയിൽ നിന്നുണ്ടാകേണ്ട ഒരു മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ സഭ അതിന്റെ ദൗത്യം വീണ്ടെടുക്കണം. അവിടെ വരുമ്പം ബാക്കി തന്നെ വരുമെന്നാണ് പറയുന്നത്. കാരണം ഈ സഭ ഇപ്പം മുമ്പേ പറഞ്ഞത് സഭയുടെ കൺസേൺസ് തന്നെ വളരെയധികം മാറിപ്പോയിട്ടുണ്ട്. ചരിത്രത്തിലെ സ്ഥാനം എന്താണെന്നുള്ളത് അത് കാരണം ഇപ്പം സഭയുടെ സ്വത്തുക്കൾ, സ്ഥാനമാനങ്ങള്, സമൂഹത്തിലുള്ള സ്ഥാനം, ഈവൻ ഞാൻ എന്നെ ഇൻക്ലൂഡ് ചെയ്ത് പറയുക, ഞാൻ വളരെ അസ്വസ്ഥനായിരിക്കും എനിക്ക് എൻ്റെതായ പ്രിവിലേജസ് നഷ്ടപ്പെട്ട ഒരു തിരുമേനി എന്നുള്ളതിൽ ഞാൻ ചില പെരുമാറ്റങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം അത് നഷ്ടപ്പെടുമ്പോഴത്തേന് ഞാനങ്ങ് അസ്വസ്ഥനാകുക. ഇപ്പം അതിനൊരു തമാശ ഈ കേരളത്തിൽ കാലുകുത്തുമ്പോൾ തൊട്ട് ഞാൻ ഈ പ്രിവിലേജിനൊക്കെ വിധേയന കിട്ടും. ഇപ്പം ഇതിലെ തെക്കോടെ നടന്ന ആരെങ്കിലും അമേരിക്കയിൽ കൂടെ നടക്കുന്നുണ്ടെങ്കിൽ ഈ പേര് ഇതൊന്നും കിട്ടുകയില്ല. ഇപ്പം എയർപോർട്ടിൽ നിന്നാൽ തന്നെത്താൻ കാപ്പി ഇട്ട് കൊടുക്കുക, അത് മിനിമലാ. ഈ എയർപോർട്ടിൽ ചെന്നാൽ നമ്മൾ അയ്യോ തിരുമേനി ഇങ്ങോട്ട് മാറി നിന്നാട്ടെന്ന് പറയാൻ ആരുമില്ല. അവിടെ ചെന്ന് ഇനി ആരെങ്കിലും മാറി നിന്നാൽ പിടിച്ച് പുറകെ നിർത്തും. ഈ സെക്യൂരിറ്റി ചെല്ലുന്നുണ്ടെങ്കിൽ പ്രത്യേക ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ തന്നെ ഒരു പരിധി വരെ നമ്മളെ ഒന്ന് ഒരു യാഥാർത്ഥ്യ ബോധം കൊണ്ടുവരും. ഞാനും ഇത്ര ഉള്ളൂ. ഇത് ഈ പൗരോഹിത്യ ശ്രേണി സഭ മൊത്തം ഇതിനെക്കുറിച്ചൊന്ന് ചിന്തിക്കണം. നമ്മുടേതായ ദൗത്യം എന്താണ്? മറ്റൊന്ന്, സഭ ഇപ്പം ഒരു ഇൻട്രോവേർട്ട് സമൂഹം. സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നു. രക്ഷ എന്ന് പറഞ്ഞാൽ തന്നെ എൻ്റെ ഒരു ട്രാവൽ ഏജൻസിയാണെന്നാണ് ഞാൻ പറയുന്നത്. ഈ പള്ളി എന്ന് പറയുന്നത് ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എനിക്ക് കിട്ടുന്നത്. അപ്പൊ ഈ സൃഷ്ടിയുടെ മുഴുവൻ രൂപാന്തരത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സഭ. അല്ലാതെ ഈ രക്ഷിതരുടെ സമൂഹമാണ്. ഇതിനകത്ത് കയറിയിട്ട് രക്ഷപ്പെടാനല്ല. കാൾ മാർക്സിന്റെ ഒരു നിരീക്ഷണമുണ്ട്, ലോകത്ത് ഒരു സമൂഹവും അവരവരുടെ അണികളോടുള്ള പ്രതിബദ്ധതയ്ക്ക് അപ്പുറത്തേക്ക് പോയിട്ടില്ല. പക്ഷെ ഈ ക്രിസ്ത്യൻ ചർച്ചിന്റെ ഇന്റൻഷൻ അതായിരുന്നു. ഈ കുറെ കാലം നടന്നു, അത് പിന്നെ ഇത് വീണ്ടും നമ്മുടെ അണികൾക്ക് വേണ്ടിയുള്ള ഇതാ. ഇപ്പം ഈ പലപ്പോഴും നമ്മുടെ കേരളത്തിലെയൊക്കെ പോപ്പുലേഷൻ സ്റ്റഡിയെ കുറിച്ച് വരുമ്പോൾ നമുക്കൊക്കെ കൺസേൺ ഉണ്ടല്ലോ, സഭകളുടെ എണ്ണം കുറയുന്നു. ഇപ്പം ഞാൻ ചിലപ്പോൾ എനിക്കുള്ള ആത്യന്തികമായ ലോകത്തിന്റെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയിൽ ഇതിന്റെ എണ്ണത്തിനെ കുറിച്ച് നമ്മളെന്തിനാണ് വിഷമിക്കുന്നത്? ഫ്രാൻസിസ് ചോദിച്ചല്ലോ, മുയൽ പോലെ പെറ്റു കൂട്ടുന്നത് എന്തിനാണ്? അല്ലെങ്കിൽ നമ്മളാണെങ്കിൽ തന്നെ. അപ്പം ഞാൻ പല ക്രൈസിസിലും ഞാൻ ചിന്തിക്കുന്നത് ഈ വലിയ വിഷയമൊന്നും ഇപ്പം എനിക്കില്ല. എന്നെ സഭ അല്ലെങ്കിൽ ദൈവം സഭയിലൂടെ ഒരു മെത്രാസനത്തിന്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ എന്നെ കഴിയുന്ന ഏറ്റവും നല്ല രീതിയിൽ ശുശ്രൂഷ നടത്തുക. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ എൻ്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നത് ഞാൻ ചെയ്താൽ മതി. ഇപ്പം സുന്നോദോസിൽ ഒരു ചർച്ച വരുന്നുണ്ട്, എൻ്റെ അഭിപ്രായം ശക്തമായിട്ട് പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. സുന്നോദോസ് പൊതുവായിട്ടൊരു നിശ്ചയം എടുത്തു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഞാനെന്തിനാ വിഷമിക്കുന്നത്? ഈ നമ്മൾ സുന്നോദോസിനെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം ദൈവീയ പദ്ധതിയിൽ പരിശുദ്ധാത്മ നടപ്പിൽ എടുക്കുന്ന ഒരു നിശ്ചയമാണ്. അപ്പം ചിലപ്പോൾ അതിനകത്ത് എനിക്ക് തെറ്റ് പറ്റിയെങ്കിൽ ഞാൻ അതിനങ്ങ് വിധേയപ്പെടുകയാണ് ബുദ്ധി. പക്ഷേ എൻ്റെ ശുശ്രൂഷ ഇവിടാണ്, എന്നെ ഏൽപ്പിക്കുന്ന ജനത്തിനോടാണ്. അപ്പം ആ ശുശ്രൂഷയിലേക്ക് എൻ്റെ ഒരു അസസ്മെന്റിന് എൻ്റെ പ്രയോറിറ്റീസ് ഇവിടെ എന്താവശ്യമുണ്ടെന്ന് ഈ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക്. അപ്പം
ഈ പലപ്പോഴും നമ്മൾ വേറൊരു രീതിയിൽ ചിന്തിക്കുന്ന ഈ സമൂഹത്തിന്റെ വളർച്ച എന്നാ എന്നെ ഏൽപ്പിച്ചിരിക്കും. അതിലുപരി ഈ സമൂഹത്തിന് ഇവിടെ ഒരു ദൗത്യമുണ്ട്, ഉപ്പ് പോലെ. അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഉപ്പിന്റെ ഒരു അടിസ്ഥാന സ്വഭാവം അതില്ലാതെ കൂടെ ആകുക. ഈ ഫ്ലെയിം കാരമില്ലാതെ പോവുക. ഈ കാരമില്ലാതെ തന്നെ ഇതങ്ങ് ഡിസോൾവ്ഡ് ആകുകയാണല്ലോ. ഈ കാരമില്ലാതെ പോകുന്ന ഉപ്പിന്റെ ഒരു ക്വാളിറ്റി നശിക്കില്ല. ഇപ്പോഴേതാണ് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കാരമില്ലാത്ത ഉപ്പായിട്ട് നിലനിൽക്കുക. ഇത് ഫ്ലേവർ ചെയ്യുന്നുമില്ല, പ്രയോജനമില്ല. അപ്പം ഇവിടെ അപ്പം അങ്ങനെ വരണമെങ്കിൽ ഒരു ഉപ്പ് രുചിപ്പെടുത്തണമെങ്കിൽ അത് സ്വയം അലിഞ്ഞില്ലാതാകണല്ലോ. സാക്രിഫിഷ്യൽ ലിവിങ് അത് സഭ വീണ്ടെടുക്കണം. അവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ എനിക്കിപ്പം നമ്മൾ പലപ്പോഴും ശ്രമിക്കുന്നത് തന്നെ കൽപ്പന വഴി ശരിയാക്കാൻ, നിയമങ്ങളിലൂടെ. ഈ നിയമങ്ങളിലൂടെ ഒന്നും ശരിയായിട്ടില്ല. ഇപ്പൊ ക്രിസ്തുവിന്റെ സാക്രിഫിഷ്യൽ ലിവിങ് എന്ന് നാം പറയുന്നത് ക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് അല്ല. ക്രിസ്തു വെറുതെ പ്രസംഗിച്ചു പോയ ഒരു വ്യക്തിയല്ല, നിയമാവലി ഉണ്ടാക്കിയിട്ടില്ല. ഉള്ള നിയമാവലികളെ ഒക്കെ ഒരു വിധം ചോദ്യം ചെയ്തു. ഇപ്പൊ ഇവിടെ നമുക്ക് സംഭവിച്ചിരിക്കുന്ന നിയമാവലി ഉണ്ട്, അതിനനുസരിച്ച് നമ്മൾ പോലും ജീവിക്കുന്നില്ല. അപ്പൊ ഈ സാക്രിഫിഷ്യൽ ലിവിങ് ഈയിടെ സോഷ്യൽ മീഡിയയിൽ വളരെ തമാശന് കിടക്കുന്ന ഒരു കമന്റ് കണ്ടു. എളിമയുടെ വാഹനമായ കഴുതപ്പുറത്ത് കർത്താവ് കരേറി നല്ല ബെൻസിൽ 1 കോടി രൂപയുടെ ബെൻസിൽ എഴുന്നള്ളി വന്ന മെത്രാപ്പോലീത്ത പ്രസംഗിച്ചു, എളിമയുടെ വാഹനമായ കഴുതപ്പുറത്ത് കർത്താവ് വന്നു, എല്ലാ ജനം ആമീൻ പറഞ്ഞു, ബെൻസെ കയറി തിരുവേലി തിരിച്ചുപോയി എന്ന്. ഈ അതൊരു വെല്ലുവിളിയാണ്. ഞാനിതൊരു ബെൻസ് എന്ന് പറയുന്ന ഒരു ഇത് പറഞ്ഞതല്ല, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ ഒരു മെസ്സേജ് ഉണ്ട്. എൻ്റെ പ്രയോറിറ്റി എന്താണ്? സ്ഥാപനങ്ങളാണോ? ബുദ്ധൻ പറയുന്നത് ഒരാള് എന്താണോ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് ആ കാര്യങ്ങൾ നോക്കിയാൽ മതി, അയാളുടെ സ്വഭാവം അറിയാൻ. ഞാൻ അതിൻ്റെ ഒരു മോഡേൺ വേഷം പറയും. 1 മാസത്തേക്ക് കണക്കെഴുതുക. ഇവിടെ എന്ത് കിട്ടുന്നു, എന്ത് ചെലവാക്കുന്നു. ഈ ചെലവാക്കുന്നതിന്റെ കണക്കറിയുമ്പോൾ അറിയാം നമ്മുടെ പ്രയോറിറ്റീസ്, ജീവിതത്തിലെ പ്രാധാന്യം എന്താണത്. ഇതൊരു വലിയ അതിന് നമുക്ക് കാരണങ്ങൾ പറയാം. ഞാൻ നല്ല വസ്ത്രം ജനത്തില്ലെങ്കിൽ ജനത്തിന് പരാതിയാണ്. അവിടെ ശരിയായില്ല. ഈ ജനം പരാതിപ്പെടുമ്പോൾ ജനത്തിനെ പഠിപ്പിക്കാൻ എനിക്കൊരു ബാധ്യതയുണ്ട്. മക്കളെ, ഇതല്ല എൻ്റെ പ്രയോറിറ്റി. നല്ല കാപ്പിയിടൽ മാത്രമല്ല, വൃത്തിക്കുള്ള ഒരു കാപ്പിയൊക്കെ വേണം. അതിലുപരി എനിക്ക് ക്രിസ്തുവിന്റെ ദൗത്യ നിർവഹണം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് നമ്മുടെ സഭ മൊത്തം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു പുനർചിന്തനം വന്നാൽ പരിഗണനകളിൽ ഒരു മാറ്റം വരിക. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതശൈലി, ഈ ജീവിതശൈലി ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അപ്പൊ ആ ഒരു ജീവിത പ്രഖ്യാപനം, അത് ഈ പറയുന്ന മാതിരി കഞ്ഞി കുടിക്കുക എന്നുള്ളതല്ല. അതിനകത്ത് ഒരു മൊത്തം ഒരു ഇതുണ്ട്. നമ്മൾ പലപ്പോഴും ഇതാ നിപ്പിക്കിങ്. നമ്മളിപ്പോ ഈ വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. സ്റ്റാറ്റസ് നമ്മൾ സാധാരണഗതിയിൽ അന്തസ്സെന്നാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ സ്റ്റാറ്റസ് നമ്മൾ അവിടെ എഴുതണമെങ്കിൽ അവരവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, വാട്ട് ഈസ് ഓൺ യുവർ മൈൻഡ്. നിന്റെ മനസ്സിൽ എന്താണെന്നുള്ളതാണ് എൻ്റെ സ്റ്റാറ്റസ്. പക്ഷെ നമുക്ക് സാധാരണ ഇപ്പം അറിയാവുന്നത് നമുക്ക് മറ്റ് പല സാധനങ്ങളുണ്ട്, അതൊക്കെയാണ് എനിക്കൊരു സ്റ്റാറ്റസ് തരുന്നത് എന്ന് വിചാരിച്ചിട്ട് അത് നേടിക്കൂട്ടാനായിട്ടാണ് ശ്രമിക്കുന്നത്. അന്തസ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പോലും നിന്റെ അന്ധകരണത്തെ ബാധിക്കുന്ന എന്തോ ഒന്ന്, മനസ്സിനെ ബാധിക്കുന്നു, നിന്റെ മനസ്സിന്റെ അന്തരീക്ഷത്തെ ബാധിക്കുന്നു. അപ്പൊ സത്യത്തിൽ ഇപ്പൊ നമുക്കൊരു തെറ്റിദ്ധാരണ, അത് ആധ്യാത്മിക നേതൃത്വത്തിലാണല്ലോ ഉള്ളത്, നമുക്കുള്ള ചില വസ്തുക്കളാണ് നമുക്കൊരു സ്റ്റാറ്റസ് തരുന്നതെന്ന്. അതേസമയം നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടാവണം ചിലതിന് സ്റ്റാറ്റസ് ഉണ്ടാവേണ്ടത് എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരാൾക്ക് വളരാൻ പറ്റുമ്പോഴാണ് സത്യത്തിൽ ഈ കാലത്തൊരു ബദലാവാൻ പറ്റുന്നെന്ന് എനിക്ക് തോന്നുന്നു. ഞാനൊരു വലിയ അസറ്റിക് ആണെന്ന് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോ പറയുന്നവരോ. പക്ഷെ എനിക്ക് ചില ആറ്റിറ്റ്യൂഡൽ പ്രോബ്ലംസ് ഉണ്ട്. അതിനകത്ത് ഞാൻ കാണുന്ന ഇപ്പം ഞാനൊരു ബെൻസെ കയറിയാൽ എൻ്റെ വാല്യൂ കൂടാൻ പോകുന്നു. ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കാർ മേടിക്കുന്ന ഒരു ചർച്ച വന്നു. ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടിയല്ല ഈ കാർ മേടിച്ചത്, പക്ഷെ പല കാർ ഡ്രൈവ് ചെയ്തതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറാണ്. അപ്പോൾ എന്നോട് വളരെ അടുപ്പമുള്ള ചിലർ പറഞ്ഞു, നമ്മുടെ ഒരു അന്തസ്സിന്
ഒരു മെഴ്സറീസോ എന്തെങ്കിലുമൊക്കെ മേടിക്കണം. ഞാൻ ചിരിച്ചോണ്ട് പറഞ്ഞു, മെഴ്സറീസ് മേടിച്ചോണ്ട് എൻ്റെയോ ഭദ്രാസനത്തിൻ്റെയോ സഭയുടെ അന്തസ്സ് കൂടുതൽ, കാശ് കൂടുതൽ ചിലവാകുന്നേ ഉള്ളൂ. അപ്പോഴേ ഇത് അച്ഛൻ പറഞ്ഞ മാതിരി തന്നെ നമ്മൾ ഓരോ സാധനത്തിനും അതിൻ്റെ ഒരു പ്രയോജനം വേണം. ആ പ്രയോജനത്തിൻ്റെ ഉപരി അതിനൊന്നുമില്ല. ഇപ്പം ഒരു കാറാണെങ്കിൽ അതിന് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകുക എന്നുള്ളതാണ് അതിൻ്റെ ദൗത്യം. അത് കംഫർട്ടബിൾ ആയിക്കോട്ടെ, സുഖകരമായിക്കോട്ടെ. തിരുമേനിയിലൊരു നിർമ്മമത്വം ഉണ്ട്. അപ്പം ഞാനീ പലപ്പോഴും ഇൻഡിഫറൻ്റാ. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു പരിധി വരെ ഒരുവിധം ഈ വളരെ ഒരു ഉയർന്ന സാമ്പത്തിക സ്ഥിതിയിൽ വളർന്നു വന്ന ഒരാളാണ് ഞാൻ. അപ്പം ഈ അതിൽ നിന്ന് എൻ്റെ ജീവിതശൈലിയിൽ അത്യാവശ്യം കുറവുകൾ വരത്തുള്ളൂ. അതിൽ പക്ഷെ അതിനകത്ത് എനിക്ക് ഒരിക്കലും ഒരു ഡിസ്കംഫർട്ട് തോന്നിയിട്ടില്ല. കാരണം ഈ ഒന്ന് ഇതുണ്ടേലും ഇത്രയൊക്കെ ഉള്ളൂ എന്നൊരു ബോധ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ഇത് എനിക്ക് തോന്നുന്നു ഞാൻ എന്നെ കുറിച്ച് പറയുക എന്നുള്ളതിൽ ഇത് നമുക്ക് പൊതുവിൽ വേണ്ടിയ ഒരു കാര്യമാണ്. ഇതിപ്പോൾ പലതും നമ്മൾ നിശ്ചയിക്കുന്നത്, എനിക്ക് എൻ്റെതായ സ്വകാര്യ ബലഹീനതകൾ പലതുണ്ട് ഈ പൊസഷൻസിനെ കുറിച്ച് പോലും. പക്ഷേ ഈ പൊസഷൻസിൽ തന്നെ എന്തെങ്കിലും പ്രയോജനം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇതൊന്നുമല്ല, ഇത് മറ്റുള്ളവരെ കാണിക്കാനാണെന്നൊരു ബോധ്യമെങ്കിലും എനിക്കുണ്ടായാൽ തന്നെ പകുതി ശരിയാണ്. കാരണം ഇപ്പം ഇവിടെ അച്ഛൻ പറയുന്ന മാതിരി ഈ സ്റ്റാറ്റസ് സിമ്പിൾ ആക്കുമ്പോഴാണ് കുഴപ്പം. എനിക്ക് തന്നെ തോന്നുകയാണ് ഞാനൊരു റോൾസ് റോയ്സ് കയറിയാൽ എൻ്റെ അന്തസ്സ് കൂടി. എന്നാൽ എനിക്കൊരു ബോധ്യം വരികയാണ് ഇതിനകത്ത് കഥയൊന്നുമില്ല, പക്ഷെ ഇത് കണ്ട മറ്റുള്ളവർ അപ്പം ഞാൻ മറ്റുള്ളവരെ ധരിപ്പിക്കാനാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് ആ റോൾസ് റോയ്സിനോട് ഇത്രേ ഉള്ളൂ. അത് നമ്മളെ കുറിച്ച് തന്നെ ഒരു ബോധം ഇല്ലാത്തതുകൊണ്ടും കൂടിയായി. എന്നെക്കാട്ടിലും വല്ല ഒരു റോൾസ് റോയ്സിനാണെന്ന് വിചാരിച്ചാൽ മതി. അതെ, അല്ലെങ്കിൽ റോൾസ് റോയ്സ് എന്റെ പൊസഷനിലൂടെ കിട്ടുന്നതാണ് എന്റെ വില എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്വയം ചീപ്പണിങ്. അതെ, അപ്പൊ അതെനിക്ക് തോന്നുന്നു സഭ വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു വസ്തുതയാണ്. അത് എവിടെ തുടങ്ങണമെന്ന് എനിക്ക് നല്ല നിശ്ചയമില്ല. ഞാൻ എപ്പോഴും ഇത് ഈ സഭയിൽ ഇങ്ങനെയുള്ള പ്രക്രിയകൾ ആരംഭിച്ചത് ദേറാ പ്രസ്ഥാനങ്ങളില്ല. ഇന്നിപ്പം ഞാൻ കാണുന്നത് നമ്മുടെ ദേറാ പ്രസ്ഥാനങ്ങളെ എങ്ങനെ നന്നാക്കുമെന്നുള്ളത്. എന്നാൽ ഈ എന്നും ഒരു സമൂഹത്തിന്റെ തിരുത്തൽ ശക്തി ആകേണ്ട ഒരു ഗ്രൂപ്പാണ് ഇത്. അവിടെ ഈ ഒന്നാമത് നമ്മുടെ ഈ ദേറാകളെല്ലാം തന്നെ എണ്ണം കുറഞ്ഞു, ആളുകൾ ഇല്ലാത്തത് കൊണ്ട് പോകുന്നു എടുക്കുന്നു. പക്ഷെ അവിടെ വരുന്നുണ്ട് ഇവിടെ നമ്മൾ അപ്പോഴാണ് നമ്മൾ പോസ് ചെയ്യേണ്ടത് ഈ ദേറായുടെ ദൗത്യം. മറ്റൊരു ഇടവേൽ ആളില്ലാത്ത വിടലാണോ, അതിനുവേണ്ടിയാണോ നമ്മൾ ദേറാ തുടങ്ങി? എനിക്ക് ഒന്നുകിൽ നമ്മൾ അങ്ങനെ ഒരു ദേറാ തുടങ്ങണം. ഈ ദേറായുടെ മിനിസ്ട്രി എന്ന് പറയുന്നത് പാരിഷ് മിനിസ്ട്രിയാണ്. നമ്മൾ ഒരിക്കലും അതൊട്ട് ചെയ്യത്തുമില്ല. അപ്പൊ അങ്ങനെ വരുന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ഒരു അക്കൗണ്ടബിലിറ്റി വരും. ഞാൻ നല്ല പാരിഷ് മിനിസ്റ്ററാണ് എൻ്റെ. അപ്പം അവിടുത്തെ ദേറായുടെ സുപ്പീരിയർക്ക് ചോദിക്കുക, എൻ്റെ അച്ഛന്മാര് എൻ്റെ ദേറായിലെ അംഗങ്ങൾ പോകുന്നിടത്ത് ആരുടെ ഗുഡ് പാരിഷ് മിനിസ്റ്റേഴ്സ്. ഇവിടെ പലപ്പോഴും വരുന്നത് അതുകൊണ്ട് ഇതുകൊണ്ട് ഒന്നുമില്ല. അപ്പൊ ഈ സാഹചര്യങ്ങൾ നിർബന്ധിക്കപ്പെടുന്നതിനനുസരിച്ച് വിധേയപ്പെടുന്നവനാണോ സന്യാസി? അല്ല. കാര്യം ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഈ ഒരു കാലത്ത് ഈ ഭാരതത്തിലെ കത്തോലിക്ക സന്യാസികളുടെ ഇടയിൽ ഞാൻ പറയുന്നത് 80കളുടെ കഥയാണ്. ഒരു സ്റ്റഡി നടത്തിയിട്ട് പറഞ്ഞ അന്ന് ഒരു സന്യാസാശ്രമത്തിലെ ഒരു ദേറാക്കാരനോ ദേറാക്കാരിക്കോ സന്യാസിക്കോ സന്യാസിനിക്കോ വേണ്ടിയാണ്ട് 600-700 രൂപ ഭക്ഷണത്തിന് വേണ്ടി മാത്രം ചെലവഴിക്കുന്നു. അപ്പൊ ഈ 80കളില് 650-700 രൂപ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കാൻ സാധിക്കുന്ന ഒരു കുടുംബം, ഒരു വ്യക്തിക്ക്, റിച്ച് ഗ്രൂപ്പ്. അപ്പൊ ഇതെന്ത് ദാരിദ്ര്യമാണ്. അത് അന്ന് ഈ നമ്മൾ സ്റ്റഡി നടത്താഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കണക്കുകളില്ല. അവർ സ്റ്റഡി നടത്തിയോണ്ട് നമ്മുടേതും അതിൽ നിന്ന് കുറച്ചുകൂടെ മോശമാണെങ്കിലേ ഉള്ളൂ. അപ്പം ഇതുപോലുള്ള ഒരു അവബോധങ്ങൾ നമ്മളിലില്ല. നമ്മൾ ദാരിദ്ര്യത്തെ കുറിച്ച് പറയുന്നുണ്ടെ ഇവർക്ക് വേണമെങ്കിൽ അക്കൗണ്ട് ഉണ്ടാകരുതെന്ന് ചിലപ്പോൾ നിർബന്ധം പിടിക്കും. ദേറ എന്ന പ്രസ്ഥാനത്തിന്റെ സമ്പത്തിനെ കുറിച്ച് നമ്മൾ ഇല്ല. അല്ലെങ്കിൽ ദേറാകൾ തന്നെ അവരുടെ ബിസിനസ് ട്രാൻസാക്ഷനിൽ വളരെ ആങ്ഷ്യസാണ്. അവർക്ക് നമ്മൾ കൃഷി നടത്തുന്നു, റബ്ബർ വെട്ടുന്നു. ഈ ദേറാകൾ റബ്ബർ വെക്കുന്നതിനെ കുറിച്ച് എനിക്ക് ചിലപ്പോൾ തോന്നുന്നു, ദേറ എന്തിനാണ് റബ്ബർ വെക്കുന്നത്? ഈ റബ്ബർ ഒരു ക്യാഷ് ക്രോപ്പാണ്, സസ്റ്റനൻസിനുള്ള ഒരു ക്രോപ്പല്ല. ഇപ്പം നമ്മൾ റബ്ബർ വെക്കുകയാണോ വേണ്ടിയത്, കപ്പ വെക്കുകയാണോ വേണ്ടി?
കാരണം കപ്പ വെച്ചാൽ നമുക്ക് പുഴുങ്ങി തിന്നാം, റബ്ബറിന്റെ വില ഇടിഞ്ഞാൽ നമ്മൾ വട്ടം കറങ്ങുകയല്ല. അത് തന്നെയല്ല, ഈ മാർക്കറ്റ് എക്കോണമിയിലേക്ക് നമ്മൾ വലിച്ചഴക്കപ്പെടുക. ഈ ഗ്ലോബലൈസേഷനെതിരെ പ്രസംഗിക്കുന്ന നമ്മുടെ റിസോഴ്സസ് ആയ വസ്തുവകകൾ ഈ ഗ്ലോബലൈസേഷനിലേക്ക് കൊണ്ടിടുക, ലാഭകരമായ വസ്തുതയിലേക്ക് കൊണ്ടിടുന്നു. അതേസമയം സസ്റ്റനൻസ് ക്രോപ്പിന് നമുക്ക് സമയമില്ല. ഇപ്പൊ നമ്മുടെ ദേറായിലുള്ള സ്വത്തിൽ ഈ റബ്ബറും ഒക്കെ വിട്ടേച്ച് ഈ ഭക്ഷ്യോൽപ്പന്നങ്ങൾ കൃഷി ചെയ്താൽ ഈ ദേറായിലൊക്കെ സസ്റ്റെയിൻ ചെയ്യാനുള്ള അത് കിട്ടും. ഇപ്പം അവിടെ എത്ര ഏക്കർ സ്ഥലമുണ്ട്? 8-10 ഏക്കർ സ്ഥലമില്ല. അത്രയും സ്ഥലത്ത് നമ്മൾ ഭക്ഷ്യോൽപ്പന്നങ്ങൾ നട്ടുപിടിപ്പിച്ചാൽ ദേറായിക്ക് അത് മതി. ഇനി ചിലപ്പോൾ ശരിയാ, പണം അത്രയും മിച്ചം വരികയില്ലായിരിക്കും. അത് വേണോ നമുക്ക്? അല്ലെന്ന ഈ നമ്മുടെ ഒരു ഇതില്, അല്ലെങ്കിൽ ഞാൻ ബദലിയ ഏതെടുത്താലും അപ്പം ഈ പ്രക്രിയ തന്നെ മാറ്റപ്പെടണം. അല്ല പിന്നെ കൂലി, പിന്നെ എനിക്ക് തോന്നുന്ന കേരളത്തിലെ ദേറാകളിൽ നഷ്ടപ്പെട്ടു പോയ ഒരു കാര്യമാണ് മാനുവൽ ലേബർ. ഇപ്പം നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ കൂലിക്കാരെ വിളിച്ചാൽ ഈവൻ ഇവിടെയും അല്ലെങ്കിൽ മൗണ്ട് ആത്തോസിൽ എവിടെ പോയാലും ഈ സന്യാസിമാർ തന്നെയാണ് മാനുവൽ ലേബർ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വന്നിരിക്കുന്ന നമ്മുടെ ദേറാകളിൽ ഇതൊന്നും തന്നെ ഇല്ലെന്നായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു സമയാസമയത്ത് പ്രാർത്ഥന വലിയ കുഴപ്പമില്ലാതെ നടക്കുന്നുണ്ട്. അതും ചടങ്ങാകുകയല്ലേ. ഈ ശാരീരിക അധ്വാനമില്ല, ഭൗതികാധ്വാനം വളരെ പരിമിതം. വായനയോ പഠനത്തിനോ എംഫസിസ് കൊടുക്കുന്ന ഏതെങ്കിലും ഒരു നേരായി ഇപ്പോഴും ഇനി ഞാൻ കണ്ടിട്ടില്ല. ഈ നമ്മുടെ ഇൻഡിവിജ്വലായിട്ട് ചിലരൊക്കെ വായിച്ചും പഠിച്ചും പോകുമായിരിക്കും. അത് പക്ഷെ ആ ഒരു ഈ മൊണാസ്ട്രിയുടെ ഒരു കോർപ്പറേറ്റ് കൾച്ചറായിട്ട് അത് കാണുന്നില്ല. അപ്പൊ പിന്നെ ഇവിടെ സംഭവിക്കുന്നത് തന്നെ ഞായറാഴ്ച മാറാന പെരുന്നാളിലും കുർബാന വെള്ളിയേച്ച് വന്ന് മടിയന്മാരായിട്ട് ഇരിക്കുന്ന കുറെ അച്ഛന്മാര് വട്ടം കറങ്ങി നടക്കും. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ വൈദിക വൃത്തി ആദ്യം വെട്ടുക. അവരവരുടേതായ ജീവിത ശൈലി ഉണ്ടാക്കിയെടുക്കുക. അപ്പൊ ഒരു ദേറായിക്ക് ഒരു കോൺക്രീറ്റ് പ്ലാൻ വേണം. നമ്മൾ എങ്ങനെ ജീവിക്കും? കച്ചവടം ചെയ്താണോ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ കൃഷി ചെയ്താണോ ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഈ ദൗത്യം എന്ന് പറയുന്ന പഠനമാണോ? പിന്നെ നമ്മുടെ ഏതൊരു ദേറായി എടുത്ത് നോക്കിയാലും ഇതൊന്നും കാണാനില്ല. എല്ലാത്തിലും കൊണ്ട് കൈയിടും. വലിയ തമാശ. ചില സമയത്ത് ഇരുന്ന് പറയും നമുക്ക്, എനിക്ക് തോന്നുന്നു ഈ കോൺവെന്റുകളിൽ നിന്നൊക്കെ ചില പ്രപ്പോസൽസ് വരികയും കോൺവെന്റ് നടത്താനായിട്ട് നമുക്കൊരു സ്കൂൾ തുടങ്ങാം. അപ്പൊ സ്കൂള് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കല, പിള്ളേരെ പഠിപ്പിക്കലല്ല, ലക്ഷ്യം മാറി. അപ്പൊ ഇതൊരു അപ്പൊ അതിനൊരു കുറച്ചുകൂടെ നമ്മളൊന്ന് മാറി എന്ന് ചിന്തിച്ചാൽ ആ കോൺവെന്റിന്റെയോ ആ ദേറായുടെ ലക്ഷ്യം ലാഭം ഉണ്ടാക്കലായിട്ട് മാറുക. അല്ല, അതുകൊണ്ട് തന്നെ പറഞ്ഞു ആ കാലത്തിന്റെ പ്രേരണയ്ക്ക് അതീതരായിട്ട് ജീവിക്കേണ്ട. അതിന് ഈ കാലത്തിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കാൻ എന്തിനാണ് സന്യാസികൾ? മടങ്ങി വരിക. ഈ കാലത്തിന്റെ പ്രേരണയ്ക്ക് അതീതമായിട്ട് അടിസ്ഥാനപരമായിട്ട് ഒരു എറ്റേണൽ വാല്യൂസ് ഉണ്ട്. അതിൽ എംഫസൈസ് ചെയ്യുന്ന വ്യക്തികളെ സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കണം. അത് സഭയായിട്ടും ആകണം. ഇത് മൊണാസ്ട്രീസ് സഭയിലുണ്ടാകുന്ന അത്തരം വ്യക്തികളുടെ ഒരു സംഘടിത ഭാവമായിട്ട് സഭ മാറണം. അത് നേതൃത്വം തൊട്ട് അതെവിടെ ആരംഭിക്കും? ഞാൻ പറയുകയാണെങ്കിൽ നേതൃത്വം ഞങ്ങൾ തന്നെ ആരംഭിക്കണം. അല്ല, ഐ ഡോണ്ട് വാണ്ട് ടു അവോയ്ഡ് മൈ ഓൺ റെസ്പോൺസിബിലിറ്റി. ഞാനത് ഈ എൻ്റെ മുകളിലോട്ട് ഞാൻ പറയുന്നില്ല. കാരണം മുകളിലിരിക്കുന്ന പരിശുദ്ധ പാവ തിരുമേനി എന്ന് പറയുന്നത് ഞങ്ങളുടെ സംഘത്തിന്റെ നേതാവാണ്. അല്ല, തിരുമേനി ഒറ്റയ്ക്കൊരു കാര്യത്തിലൊരു ഉത്തരവാദിത്വമില്ല. അപ്പൊ ഏറ്റവും അതിന്റെ അറ്റ്മോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് ദ ഹോളി സിനഡ്. ഞാനും എൻ്റെ കൂടെയുള്ള മറ്റു പിതാക്കന്മാരുടെ ഉത്തരവാദിത്വമാണ്. പൊതുവായ ഒരു ചില ധാരണകൾ സന്യാസ സംഘങ്ങൾക്ക് കൊടുക്കാൻ സുന്നതദോസിൽ എന്തെങ്കിലും ആലോചന? അത് സന്യാസ സംഘങ്ങൾക്ക് കൊടുക്കുകയും അത് നിർബന്ധിക്കുകയും വേണം, നിഷ്കർഷിക്കുകയും വേണം. അതിന് പലപ്പോഴും ഉണ്ടാകുന്ന ഇപ്പൊ ഈ ശരീരത്തിനേക്കാളും നമ്മുടെ ഈ അവയവം വലുതായി പോകുന്ന ഒരു അവസരം, ഈ സന്യാസ പ്രസ്ഥാനങ്ങൾ വളരെ ശക്തമാണെന്നുള്ള ഒരു തോന്നലൊക്കെ പലയിടത്തും ഉണ്ട്. അത് ആയിക്കോട്ടെ, അവരെയൊക്കെ അൾട്ടിമേറ്റ് കൊടുക്കേണ്ടി വരും. ഇത് ഷേപ്പ് അപ്പ് ഓർ ഷിപ്പ് ഔട്ട് എന്ന്. അല്ല, ഞാൻ പറയുന്നത് ഇനി നെഹ്റാക്കാരെ വിളിച്ച് അവർക്ക് ഇതൊരു അസ്വസ്ഥതയുള്ള ചിലവാണെങ്കിൽ അവർക്ക് പോകാൻ അനുവാദം കൊടുക്കണം. എന്തിനാന്ന് വിഷമിച്ച് തയ്യാറായി കഴിയുന്നത്? ഈ നമ്മുടെ തയ്യാറാ ജീവിതത്തിൽ പലരും
എല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല, അതിനകത്ത് ചില മുത്തുകൾ കാണും. ഈ പലരും ഈ അച്ഛൻ മുമ്പേ സൂചിപ്പിച്ചല്ലോ, അവിടെ വന്ന് നിൽക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തവരിൽ നിന്ന് ഒരു ഗ്രൂപ്പെന്ന്. അത് കുറച്ച് പേരെങ്കിലും ഈ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന് അവരെ വളർത്തിക്കൊണ്ട് ഒരു ബാധ്യതയായിട്ട് തോന്നിയിട്ടുണ്ട്. അയ്യോ, എന്നെ ഇത്രയും പഠിപ്പിച്ചത് ദേറായല്ലേ, ഇനി ഞാൻ ദേറ ഇട്ടേച്ച് എങ്ങനെ പോകും, അല്ലെങ്കിൽ എനിക്ക് വിവാഹം കഴിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അന്ന് തിരുമേനി ഉണ്ടായിരുന്നെങ്കിൽ, പിന്നെ ഇവാനി തിരുമേനിയെ കുറിച്ച് ഞാൻ കേട്ടിരിക്കുന്ന അനുസരിച്ച് പെണ്ണ് കെട്ടണമെന്ന് പറഞ്ഞ ആളുകളോട് പോയി പെട്ടിക്കൊള്ളാൻ പറയുന്നുള്ളത്. പക്ഷെ മറ്റു പലയിടത്തും അങ്ങനെ ഇല്ല. ഈ അയ്യോ നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചല്ലേ, നിന്നെ ഇതിനാണോ ഞാൻ പഠിപ്പിച്ചതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു നിർബന്ധ ബുദ്ധി അവരുടെ മണ്ടയ്ക്ക് വരും. പിന്നെ ഒരു ഗിൽറ്റ് ട്രിപ്പാണ്. ഇനിയും ചിലരുണ്ട്, അവർക്ക് വിവാഹ ജീവിതമൊന്നും ആയിരിക്കുകയല്ല പ്രശ്നം, അവർക്ക് ദേ ആർ നോട്ട് കട്ട് ഔട്ട് ഫോർ ദിസ്. വെറുതെ നമ്മളെന്തിനാ അവരെ ഉപദ്രവിക്കുന്നത്? അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു സ്വാതന്ത്ര്യം അവർക്ക് വിട്ടുകൊടുക്കുകയും ഇനി ആരെങ്കിലും അതൊരിപ്പോൾ ഈ ദേറാകളിൽ തന്നെ ഒരു റീഅസസ്മെന്റ് നടത്തണം. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ നിന്ന് മാറിപ്പോകണം. പക്ഷെ അത് മാറിപ്പോണെങ്കിൽ വെറുതെ അങ്ങ് മാറിപ്പോകുന്നല്ല. പക്ഷേ ബാക്കി വീണ്ടും അവരുടെ ഒരു കൊച്ചുകൂടെ ചെറിയൊരു സംഘത്തിന്റെ ഇതിന്റെ ഒരു ഉപഭോക്താവാകാനല്ല, ഇതൊരു നന്നാക്കാൻ വേണ്ടിയൊക്കെ. ദിസ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. അത് ഈ ദേറ പ്രസ്ഥാനം അത് ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുന്നു. പലതിനും തന്നെ ഇല്ല. അപ്പം അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഒരു മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വിലയിരുത്താനും എനിക്ക് തോന്നുന്നത്, എൻ്റെ വ്യക്തിപരമായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, സിനഡിൽ നിന്ന് ആവശ്യപ്പെടേണ്ട ആദ്യം എല്ലാ ദേറായിട്ടും ചോദിക്കണം, നിങ്ങളുടെ മിഷൻ സ്റ്റേറ്റ്മെന്റ് തരാം. നിങ്ങൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ഈ പ്രസ്ഥാനം കൊണ്ട് നിങ്ങൾ എന്ത് അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു? അതനുസരിച്ച് അവരുടെ പ്രവർത്തന ശൈലി രൂപാന്തരപ്പെടുത്താൻ, അല്ലെങ്കിൽ ഈ മിഷൻ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കാൻ സിനഡും കൂടെ ഹെൽപ്പ് ചെയ്യണം. അപ്പൊ ആ ഒരു രീതിയിൽ ഇപ്പൊ ഈ ഞാൻ മനസ്സിലാക്കുന്ന റോമൻ കത്തോലിക്ക സഭ കൺസൾട്ടൻസിനെ അവരെ വെക്കും. ഈ ദേറാകളൊക്കെ അസസ് ചെയ്യാനും പീരിയോഡിക് അസസ്മെന്റും ഒക്കെ ഉണ്ട്. നമ്മളുമൊക്കെ അതുമൊക്കെ ആരംഭിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. തിരുമേനി ഇത്രയും നേരം നമ്മുടെ സഭ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട കാതലായ ഒരു പ്രശ്നത്തെക്കുറിച്ച് തിരുമേനിയോട് സംസാരിച്ചു. അത് എവിടെ തുടങ്ങണമെന്നുള്ളതിനെ കുറിച്ചും തിരുമേനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. തിരുമേനി അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരണം ഞങ്ങൾക്കും സന്യാസത്തിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചിട്ടുള്ള കാലമാണിത്. ഞങ്ങൾക്കും കുറേയധികം സ്വപ്നങ്ങളുണ്ട്, പ്രതീക്ഷകളുണ്ട്. ആരെങ്കിലുമൊക്കെ ശക്തമായ നിലയിൽ ആ പ്രതീക്ഷകൾക്കൊരു പിൻബലം തരുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഞങ്ങൾ ആ സത്യത്തിൽ നടത്തുന്നത്. അപ്പോൾ ഈ തിരുമേനിയുടെ വാക്കുകൾ അതിൻ്റെ യഥാർത്ഥമായ ഗൗരവത്തിൽ തന്നെ ഞാൻ മനസ്സിലാക്കുന്നു. തിരുമേനി ഇത്രയും സമയം ഇതിനു വേണ്ടിയിട്ട് പങ്കുവയ്ക്കാനായിട്ട് കണ്ടെത്തിയതിനും തിരുമേനിയോടുള്ള പ്രത്യേക നന്ദി ഈ സമയത്ത് അറിയും. താങ്ക് യു.